കലാമണ്ഡലം ഗോപി ആശാൻ്റെ രംഗഭാഷയെ ഒന്ന് വിശകലനം ചെയ്യാനും പറ്റുന്ന ഭാഗങ്ങൾ ഗോപി ആശാൻ ചെയ്യുന്നത് എന്ത് എന്ന് ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനും വേണ്ടി നടത്തുന്ന ഒരു ശ്രമമാണ്. ഇതിൻ്റെ സമീപനം എന്ന് പറയുന്നത് നേരത്തെ ഡോക്ടർ എം വി നാരായണൻ പറഞ്ഞ വാക്യത്തിന് വിരുദ്ധമാവുമോ അതിന് പൂരകമാവുമോ എന്നുറപ്പില്ല. കോട്ടയം കഥകൾ അല്ലെങ്കിൽ ചിട്ടപ്പെട്ട കഥകൾ എന്നൊരു വിഭാഗവും ചിട്ടയില്ലാത്ത കഥകൾ എന്ന മറ്റൊരു വിഭാഗവും എന്ന വേർതിരിവ് പച്ചവേഷത്തിനെ സംബന്ധിച്ച് ഉണ്ടായിരുന്നെങ്കിൽ ആ വേർതിരിവില്ലാതാക്കലാണ് ഗോപി ആശാൻ്റെ സംഭാവന എന്ന് ഒറ്റ വാക്കിൽ പറയാം. കോട്ടയം കഥകളുടെ ആ സൗന്ദര്യ നിർമ്മാണ ദ്രവ്യങ്ങളെ, അതിൻ്റെ മൂലകങ്ങളെ കൃത്യമായി ആധുനിക കഥകളിലേക്ക് ഇണക്കി ചേർക്കുകയും അവിടെ അവലംബിക്കുന്ന മനോധർമാവിഷ്കാരത്തിൻ്റെ സാധ്യതകളെയും ആ ഭാവസാന്ദ്രമായി ഒരു വിഷയത്തെ വ്യാഖ്യാനിച്ച് അഭിനയിക്കുന്ന ആ രീതിശാസ്ത്രത്തെയും കോട്ടയം കഥകൾ ഉൾപ്പെടെ ചിട്ടപ്പെട്ട കഥകളിലേക്ക് തിരിച്ച് സ്വാംശീകരിക്കുകയും ചെയ്ത് ആ അതിർവരമ്പില്ലാതാക്കലാണ് പച്ചവേഷത്തിൽ കലാമണ്ഡലം ഗോപിയുടെ സംഭാവന എന്നാണ് ഒരു നിരീക്ഷണം. ഇത് ഇപ്പോൾ കഥകളിയുടെ മേളതന്ത്രങ്ങളിലും അതേപോലെ അതിൻ്റെ ആവിഷ്കാര പ്രകാരങ്ങളിലും ഓരോന്നിലും എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ വിശകലനമാണ് വാസ്തവത്തിൽ ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്. ഇതിൽ പങ്കെടുക്കുന്ന കലാകാരന്മാരാരെല്ലാമാണ് എന്ന് പരിചയപ്പെടുത്തുന്നു. പീശപ്പള്ളി രാജീവൻ. എല്ലാവർക്കും നമസ്കാരം. ഗോപി ആശാൻ്റെ വേഷം ആദ്യമായിട്ട് കാണുന്നത് ആറോ ഏഴോ വയസ്സുള്ളപ്പോഴാണ്. പെരിങ്ങോട് സ്കൂളിലെ ജൂബിലിക്ക് ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരും യേശുദാസും കൂടിയുള്ളൊരു കച്ചേരിക്ക് ശേഷം നളചരിതം 1-ാം ദിവസവും ദുര്യോധനവധവും കളി. അപ്പോൾ എനിക്ക് ആറോ ഏഴോ വയസ്സേ ഉള്ളൂ. അപ്പോൾ അച്ഛൻ്റെയും വല്യച്ഛൻ്റെ 2 മക്കളുടെയും കൂടെ ഇല്ലത്തുനിന്ന് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ പെരിങ്ങോട്ട് സ്കൂളിലേക്ക്. അവിടെ ചെന്ന് കച്ചേരി കഴിഞ്ഞ് അണിയറയിലെ ക്ലാസ് റൂമിലായിരുന്നു അണിയറ. അപ്പോൾ ജനലിൽ കൂടെ നോക്കുമ്പോൾ ഗോപിയാശാൻ അവിടെ നിന്ന് തേക്കണതാണ് ആദ്യത്തെ കാഴ്ച. അപ്പോൾ വല്യച്ഛനമ്മൻ പറഞ്ഞതാണ് ഗോപിയാശാൻ എന്ന് പറഞ്ഞു. അതിന് 1-ാം ദിവസം തുടങ്ങി ഈ 7 വയസ്സുകാരൻ്റെ മനസ്സിൽ എന്തൊക്കെയാണ് പതിഞ്ഞതെന്ന് എനിക്കറിയില്ല. ഏതായാലും വല്ലാത്തൊരു അത്ഭുത ലോകത്തായിരുന്നു ഞാൻ. അത് ഞാൻ എപ്പോഴോ ഉറങ്ങിപ്പോയി. ഹംസമൊന്നും ഞാൻ കണ്ടില്ല. പിന്നെ ഞാൻ ഉണരുമ്പോഴും ഗോപിയാശാൻ തന്നെയാണ് അരങ്ങത്ത്. പക്ഷെ അത് വേറൊരു ഭാവത്തിലാണ്, രൗദ്രഭീമനായിട്ട്. നാണുമാരാശാൻ്റെ ദുശാസനം. അപ്പോൾ ഒരു മനുഷ്യൻ സാത്വികനായ ഒരു കഥാപാത്രമായി അരങ്ങിൽ പ്രത്യക്ഷപ്പെട്ടത് കണ്ട് ഉറങ്ങിപ്പോയ എന്നെ ഉണർത്തിയത് നരസിംഹം ആവേശിച്ച രൗദ്രഭീമനായി മാറിയ ആ ഉണർവിലേക്കാണ്. ആ ഉറക്കവും ഉണർവും നിത്യേന എന്നോണം മനസ്സിൽ കൊണ്ടുനടക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ആശാൻ്റെ അരങ്ങുകളെ പിന്തുടരുക എന്നുള്ളത് ഒരു സ്വഭാവമായോ ഒരു ശീലമായോ ഒക്കെ വളരുകയും കഥകളിയോട് ഭ്രമം കൂടുകയും കഥകളി പഠിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്ത അവസരങ്ങളിലൊക്കെ ആശാൻ്റെ വേഷങ്ങൾ വല്ലാതെ ഭ്രമിപ്പിക്കുകയും അത്ഭുതപ്പെടുത്തുകയും ഒക്കെ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇങ്ങനൊരു വേദിയിൽ ആശാൻ്റെ അരങ്ങ് വഴക്കങ്ങളെക്കുറിച്ച് പറയാനുള്ള ശക്തിയോ സിദ്ധിയോ ഒന്നും ഇല്ലാത്തൊരാളാണ് ഞാൻ എന്നെനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. പക്ഷേ ഇത് ആശാനുള്ളൊരു ദക്ഷിണയായിട്ട് എന്നെക്കൊണ്ട് ആവുന്ന വിധത്തിൽ ചെയ്യാനുള്ള ശ്രമമാണ് ഞാനിവിടെ നടത്തുന്നത്. ഒപ്പം
ഒരു കാഴ്ചയും കൂടി എൻ്റെ മനസ്സിൽ പതിഞ്ഞത് ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു 2-ാം ദിവസം നളന് കുവലയ വിലോചനെ എന്ന ആശാൻ കളിക്കുമ്പോൾ കിസലയം എന്നുള്ള മുദ്ര കാണിക്കുമ്പോൾ ആ തളിര് എന്നുള്ള മുദ്ര കാണിക്കുന്ന ആ വിരലുകളുടെ ഇളക്കവും ആശാൻ്റെ പുരികത്തിൻ്റെ ഇളക്കവും കിരീടത്തിലെ അലുക്കിൻ്റെ ഇളക്കവും ഇതൊക്കെ ഇങ്ങനെ അടന്ത 56 മാത്രയിൽ അടന്ത 56 എന്നൊക്കെ തിരിച്ചറിഞ്ഞതിന് ശേഷം അതിങ്ങനെ കാണുമ്പോൾ ഇതെല്ലാം ഇങ്ങനെ ഒരേ താളത്തിൽ നമ്മളെ ഇങ്ങനെ ഭ്രമിപ്പിക്കുന്ന രീതിയിൽ നിൽക്കുന്ന ചലച്ചിത്രം എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മളെ അത്ഭുതപ്പെടുത്തിയ ഒരു മഹാപ്രതിഭയുടെ മുമ്പിൽ അദ്ദേഹത്തിൻ്റെ തന്നെ അരങ്ങ് ഭാഷയെക്കുറിച്ച് പറയുകയും കാണിക്കുകയൊക്കെ ചെയ്യുക എന്നുള്ളത് അതിസാഹസമാണ് എന്നറിയാം. എങ്കിലും ഇത് അദ്ദേഹത്തിനൊരു ദക്ഷിണയായിട്ട് ഇവിടെ സമർപ്പിക്കുകയാണ്. കലാമണ്ഡലം ഉണ്ണികൃഷ്ണനാശാനാണ് ശരിക്ക് ഇത് നയിക്കുന്നത്. നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ ഗോപിയാശാൻ്റെ അരങ്ങിന് എന്നും പിന്നിൽ നിന്ന് എന്ന് പറഞ്ഞുകൂടാ, ഒപ്പം നിന്ന് ഊർജം കൊടുത്തുകൊണ്ടിരിക്കുന്ന ആശാന് ഏറ്റവും പ്രിയപ്പെട്ട ചണ്ടവാദകൻ എന്ന് നമുക്കൊക്കെ ബോധ്യപ്പെട്ടിട്ടുള്ള കലാമണ്ഡലം ഉണ്ണികൃഷ്ണനാശാനാണ് ഈ സദസ്സ് യഥാർത്ഥത്തിൽ നയിക്കുന്നത്. ഉണ്ണികൃഷ്ണനാശാൻ നമസ്കാരം. മദ്ദളത്തിൽ കലാമണ്ഡലം നാരായണനാണ്. നാരായണൻ കലാമണ്ഡലത്തിൽ അഭ്യാസം കഴിഞ്ഞ് അവിടെ അധ്യാപകനായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ടെമ്പററി ആയിരുന്നു. പാട്ടിന് വേങ്ങേരി നാരായണനെ നിങ്ങൾക്കൊക്കെ പരിചിതനാണ്, അതുകൊണ്ട് കൂടുതൽ പരിചയപ്പെടുന്നില്ല. പിന്നെ എനിക്ക് കൂട്ടിയാൽ കൂടുന്നതിന് പരിമിതിയുണ്ടെന്ന് ഉറപ്പുള്ളതുകൊണ്ട് പുതിയ അരങ്ങുകളുടെ ഊർജം ആയ കലാമണ്ഡലം ആദിത്യൻ ഇന്നിവിടെ സജീവമായിട്ട് ഈ അരങ്ങിനെ സമ്പുഷ്ടമാക്കാൻ എത്തിയിട്ടുണ്ട്. ആദിത്യനും നമ്മുടെ ഒപ്പമുണ്ട്. ഇതിൽ വരുന്ന തെറ്റുകൾ പൊറുക്കണം എന്ന് ഞാൻ ആശാനോട് ഇപ്പോൾ അപേക്ഷിച്ചപ്പോൾ ആശാൻ പറഞ്ഞത് എൻ്റെ കയ്യിൽ മുട്ടിയില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ എൻ്റെ അർത്ഥം കൃത്യമായി ബോധ്യപ്പെട്ടതുകൊണ്ട് മുട്ടിയേറ് കിട്ടുന്ന നിമിഷത്തെ വളരെ ജാഗ്രതയോടെ പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്കിതിലേക്ക് കടക്കാം എന്ന് തോന്നുന്നു. ആദ്യം മനസ്സിലാലോചിച്ചത് ഇപ്പോൾ കഥകളിയിലെ നടന്മാർക്ക് പ്രവേശിക്കുക പോലെ പല ക്രിയകൾക്കും പശ്ചാത്തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു മേളഖണ്ഡമാണ് കിടതഗിതീംതാം എന്ന് പറയുന്ന ആ ഖണ്ഡം. അതിനൊരു മാത്രാഗണ ഘടനയുണ്ട് വാസ്തവത്തിൽ. അപ്പോൾ അരങ്ങത്തെ പ്രവൃത്തികളെ ഈ ചെണ്ടക്കാരനും മദ്ദളക്കാരനും കൂടി പെരുക്കി ഉണ്ടാക്കുന്ന ഈ മാത്രാവിന്യാസ വ്യവസ്ഥയോട് ഇണക്കുന്ന രീതിയിൽ ആ ഉള്ളടക്കത്തെ, ആ മാത്രകളുടെ ദൈർഘ്യത്തെ ക്രമീകരിച്ചുകൊണ്ട് ഗോപിയാശാൻ നിർമ്മിച്ചെടുത്ത കിടതഗിതാം അല്ലെങ്കിൽ പ്രവേശങ്ങളുടെ ചില മാതൃകകളുണ്ട്. അതിൽ ഉദാഹരിക്കാവുന്നത് എന്ന രീതിയിൽ പട്ടികപ്പെടുത്തി നോക്കിയപ്പോൾ പറയേണ്ടതാണെന്ന് എനിക്ക് തോന്നിയ, അല്ലെങ്കിൽ നമുക്കൊക്കെ തോന്നിയ 3-4 എണ്ണത്തിൽ തിരഞ്ഞെടുപ്പ് നടത്തേണ്ടി വരും. ഭഗവൻ നാരദ എന്നതിൻ്റെ ആ നാരദൻ്റെ വരവിൻ്റെ സമയത്ത് നളൻ ചെയ്യുന്ന ഭാഗം, അല്ലെങ്കിൽ ജനകതവ ദർശനത്തിൽ ആ പതിഞ്ഞ കിടതഗിതാമിലുള്ള ദേവലോകത്തേക്കുള്ള പ്രവേശം, അല്ലെങ്കിൽ കുവലയ വിലോചനെ എന്നതിൽ ആദ്യത്തെ ആ ഉദ്യാനം കാണുന്ന രീതിയിൽ ആ കിടതഗിതാമിൻ്റെ ഉള്ളടക്കത്തെ ദൃശ്യപരമായി വ്യാഖ്യാനിച്ചെടുക്കുന്ന സന്ദർഭം. ഇങ്ങനെ ഈ കിടതഗിതാം എന്ന ഖണ്ഡത്തെ ഗോപിയാശാൻ ഉപയോഗിക്കുന്നതിൻ്റെ ഒരു രീതിശാസ്ത്രം വിശകലന വിധേയാക്കാവുന്നതാണ്. അതിലെന്താണ് ഒന്ന് കൂട്ടിച്ചേർത്ത് പറയാനുള്ള വെച്ചാൽ ഉണ്ണീഷം പറഞ്ഞുകൊണ്ട് ആ കുട്ടിലേക്ക് കിടക്കുക. ആദ്യം കഥകളിക്കൊട്ട് അല്ലെങ്കിൽ തായമ്പക കൊട്ട് തമ്മിലുള്ള ഒരു ചെറിയ വ്യത്യാസം എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. കഥകളിക്കൊട്ടിന് ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യുമ്പോൾ കൊട്ടുന്ന സാധാരണഗതിയിൽ ഡടും എന്ന് കൊട്ടുകയാണ് മതി, അല്ലെങ്കിൽ ഡടും. ഇതിലിപ്പോൾ എന്താണ് അത്ര പറയാനുള്ളത് ചോദിക്കും. സാധാരണഗതിയിൽ ഞങ്ങൾക്ക് കൈ ഇങ്ങനെ ഇളകി മറിച്ചിട്ട് വേണം
സാധാരണ ഈ സ്പീഡ് വരാൻ. ഇത് കഥകളി കൊട്ടുകാർക്ക് അങ്ങനെയില്ല. തുടക്കം തന്നെ ഇടുന്നു. മറ്റു തായമ്പയാണെങ്കിൽ നാണോ കുട്ടി നന്നക്കാൻ നകിന്നക്കാം നന്നകതരകാൻ എന്നൊക്കെ കൂട്ടി കുറച്ച് കഴിഞ്ഞിട്ടാണ് ഈ ഉരുളുകൈൻ്റെ ആവശ്യം വരുള്ളൂ. മറിച്ച് ഈ കഥകളിയിൽ ഇത്ര പുറപ്പാടാണെങ്കിലും വേണ്ടില്ല, സാമാന്യത്തിലധികം വേഗം കൊട്ടുന്ന ഒരു സമ്പ്രദായമാണ്. ഞാൻ ആദ്യം ഇത് ഒന്ന് പറഞ്ഞു വയ്ക്കുക. രാജൻ പറഞ്ഞ ഈ കിടതീന്താവിൻ്റെ അത് ഈ പറയുന്നത് ഇന്നിവിടെ പറയുന്നതും നമുക്ക് ഈ ധാരാളം പറയാനുള്ളതും ഒക്കെ ഗോപിയാശാൻ അവകാശപ്പെട്ടതാണ്. കിടതീന്താം എന്ന് പറഞ്ഞ ഈ ഒരു ചെറിയ സാധനം കൊണ്ട് ആശാൻ ഉണ്ടാക്കിയെടുത്ത ഒരു എന്താണ് പറയുക, ഒരു വൈപുല്യമുണ്ട്. എല്ലാ കഥകളിലും ഇത്തരം കിടതീന്താമുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ക്രിമീരവത്തിലെ ആ കിടതീന്താം കൊട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത്തരം കഥകളിലെ എല്ലാ കഥകളിലെയും ഈ ആദ്യത്തെ പ്രവേശനത്തിൻ്റെ കിടതീന്താം വിജയിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കിടതീന്താമാവട്ടെ, ഇപ്പോൾ മാലിടൽ പോലെയുള്ള അങ്ങനെ ഒരു സംഭവമാവട്ടെ, അത് വിജയിച്ചു കഴിഞ്ഞാൽ അന്നത്തെ കൊട്ട് ഒരു ഏകദേശം സംതൃപ്തിയോടെ ചെയ്യാമെന്നോ വിജയിച്ചു എന്നോ വിജയിക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തും. അത് അങ്ങനെ ഉണ്ടാവുന്ന സന്ദർഭങ്ങൾ അല്ലെങ്കിൽ വളരെ അപൂർവമാണെന്നൊക്കെ പറയാം. പരമാവധി അത് 100% ആക്കാൻ ശ്രമിക്കാറുണ്ട്. അല്ല, ഞാൻ ഒന്നുകൂടെ ഇടയ്ക്ക് ചോദിക്കട്ടെ. ഇപ്പം കിടതഗീതാമെന്ന് കൊട്ടുന്ന എണ്ണവും അവിടെ അരങ്ങിൽ ആശാൻ ചെയ്യുന്ന സാധനങ്ങളും തമ്മിലുള്ളൊരു ബന്ധമാണ് ഞാൻ ഇതാണ് കിടതീന്താവിൻ്റെ കൊട്ടേണ്ട എണ്ണങ്ങൾ സാധാരണഗതിയിൽ. അപ്പോൾ ഇവിടെ എവിടൊക്കെ അത് ആശാൻ ഇതിനു മുമ്പ് കൊട്ടു പഠിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. കംതിരികിടതരകാം എന്ന് കൊട്ടേണ്ട സമയത്ത് ഇപ്പോൾ അത് വരുന്നു എന്നാണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ ശോഭ എന്നാണ് കാണിക്കേണ്ടത്, അല്ലെങ്കിൽ മറ്റേ വേറെ എന്തെങ്കിലും കാണുന്ന വസ്തു, ആ വസ്തു കാണുന്നതിനാണോ കൊട്ടേണ്ടത് അല്ലെങ്കിൽ കാണുന്നത് എങ്കിൽ അത് എവിടേക്കാണ് നേറുകോല് വരേണ്ടത്, എവിടേക്കാണ് ഉരുളുകൈ വരുന്നത് എന്ന് കൃത്യമായി ആ കിടതീന്താവിനെക്കുറിച്ചുള്ള ബോധം, അല്ലെങ്കിൽ അത് പ്രവൃത്തിയിൽ, വിരലിൽ, കണ്ണിൽ ഇതൊക്കെ ആശാൻ വരുത്തുന്നു എന്നുള്ളത് പലപ്പോഴും നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അത്ഭുതം ആയിട്ട് തോന്നിയിട്ടുണ്ട്. അത്ര കൃത്യമാണ് ആശാൻ്റെ ഈ കിടതീന്താവിൻ്റെ എണ്ണങ്ങളും പ്രവൃത്തിയും തമ്മിലുള്ള ആ ബന്ധം. അത് അപ്പോൾ 2-3 കിടതീന്താം എനിക്ക് പറയാതെ വയ്യ. അതായത് ക്രിമീരവത്തിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. കിടതീന്താം കൊട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം വട്ടമച്ചലാശവും കൊട്ടിക്കഴിയുമ്പോഴേക്ക്, ഈ ക്രിമീരവത്തിൽ വട്ടമച്ചലാശവും കൊട്ടിക്കഴിയുമ്പോഴേക്ക് മേലൊക്കെ അസഹ്യമായ അല്ലെങ്കിൽ സഹിക്കാവുന്ന വേദനയൊക്കെ ഉണ്ടാവാറുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് കൊട്ടാൻ പാടില്ല, അങ്ങനെയാണ് ഈ ക്രമീരവത്തിലെ കൊട്ടിൻ്റെ ഭാഷ. അതേപോലെ തന്നെയാണ് ഈ ക്രമീരവത്തിലെ ആദ്യത്തെ കിടതീന്താവും. ഈ പതിഞ്ഞ കിടതീന്താം, ഈ പതിഞ്ഞ കിടതീന്താവിൽ നേരെ വ്യത്യാസമാണ് ഈ 3-ാം ദിവസത്തിലെ കാർക്കോടകൻ വരുമ്പോൾ ഉള്ള കിടതീന്താം. അവിടെ ശരിക്കും പറഞ്ഞാൽ ഈ രുക്മാംഗതൻ്റെ അവസാനത്തെ തല വെട്ടുന്നത് പോലെയുള്ള ഒരു അന്തരീക്ഷമാണ്. ഈ ബാഹുവൻ ആദ്യം തന്നെ വരുമ്പോൾ ഇവരൊക്കെ സകല എണ്ണത്തിനെയും വെട്ടിയിട്ടാണ് ഈ മുമ്പിലേക്ക് വരിക. അതായത് അണിയറ തിരശ്ശീല പിടിച്ച തിരശ്ശീലക്കാരുണ്ടാവും, വെളുത്ത നാളിനെ ഇങ്ങോട്ട് കൊണ്ടുവരൽ, അല്ലെങ്കിൽ കാർക്കോടകനെ പിടിക്കൽ, ഇപ്പുറത്ത് തിരിഞ്ഞിങ്ങോട്ട് വരൽ, അതൊക്കെ വളരെ എന്താണ് പറയുന്നത്, ഇങ്ങനെ കൃത്യതയോടുകൂടി ചെയ്യുന്ന ഒരു ബാഹുവിനെ കാണാൻ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കുന്ന ബാഹുവിനും കടിച്ചോ എന്നങ്ങോട്ട് തോന്നും. എങ്ങനെയാലും ഞാൻ കിടന്താണ് വിഷയം. അപ്പോൾ ഇത്ര വേഗത്തിൽ ഈ കാലത്തിൽ വേഗതയിൽ കാണിക്കുമ്പോൾ
ഈ എന്നെ സഹായിച്ച എന്നെ നീ ചതിച്ചില്ല. അവസാനത്തെ ഈ കലാശം കിട്ടുമ്പോഴേക്ക് അവിടെ ആ ഇല്ലേന്ന് ചോദിക്കലും അത് അവിടെ അമർത്തി പിടിക്കലും കഴിഞ്ഞിരിക്കുന്ന അർത്ഥം. അത്ര കൃത്യമാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. അതിനേക്കാൾ ഒരു 100 മടങ്ങ് ആലോചിച്ചാൽ മതി ആ പ്രവൃത്തിയുടെ. ഞാനതിൻ്റെ നമ്മൾ കാണിക്കണേ ഏത് വേണിച്ചാൽ കാണിക്കാം. നിശ്ചയിക്കും ഏതാ രാജീവ കാണിക്കണേ. ഇപ്പോൾ 1-ാം ദിവസത്തിൽ നളൻ അവിടെ ഇരിക്കുന്നു, ആകാശത്ത് ശോഭ കാണുന്നു. ഈ ആകാശത്ത് ഒരു മുദ്ര തന്നെ ആയിക്കൊള്ളുന്നില്ല കേട്ടോ. ആശാൻ ഇവിടെ ഇരിക്കുമ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ട്, ഇല്ലാത്ത സമയത്ത് പറഞ്ഞു കൊടുക്കലാണ് ശരിക്കും നല്ലത്. അല്ലെങ്കിൽ ശോഭ കാണുന്നു, നാരദൻ എൻ്റെ സമീപത്തേക്ക് വരുന്നു എന്നുള്ളത്. അപ്പോൾ ഈ കിടയന്താവിൻ്റെ ഉരുളുകയും നേറുകോലും കാണലും ഇതൊക്കെയാണ് ഇവിടെ പ്രധാനമായിട്ടുള്ളത്. അത് കഴിഞ്ഞ് നാരദനെ കാണുമ്പോൾ നാരദനോടുള്ള ഭക്തി, വിനയം ഇതൊക്കെ നടിച്ച് നമസ്കരിക്കുമ്പോഴുള്ള ആ ഭാവവും. അപ്പോൾ ആദ്യത്തെ അത്ഭുതവും ഇതൊക്കെ കഴിഞ്ഞ് ഈ നാരദനെ കാണുമ്പോഴുള്ള ആ വിനയവും, അത് 2 സ്വഭാവത്തിലുള്ള കിടയന്താവ്. ഭവതനൂജൻ നാരദൻ മാമുനീന്ദ്രൻ ഒന്ന് കൂട്ടിച്ചേർക്കട്ടെ. ഇപ്പോൾ ഈ മുദ്ര എന്നെ ആക്കുക, അവിടെയാണ് അതിൻ്റെ ആ ഒരു ഭാവനാത്മകത പ്രവർത്തിക്കുന്നത്. ഇതിപ്പോൾ എവിടെ വേണമെങ്കിൽ ആവാമായിരുന്നു മുദ്ര. പക്ഷേ ഈ ഈ ചെണ്ടയിൽ എന്താണ് ചെയ്യുക എന്ന് മുൻകൂട്ടി കണ്ട് അവതരിപ്പിക്കാനുള്ള വാക്യത്തെ, അതിൻ്റെ ദൈർഘ്യത്തെ ഇതിന് യോജിക്കുന്ന രീതിയിൽ ക്രമീകരിച്ചെടുക്കുന്നതിൻ്റെ ഒരു മാതൃകയാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ കുവലയ വിലോചനയ്ക്ക് 15 പദത്തിൽ പ്രവേശിക്കുന്ന സമയത്ത് ഈ ഉദ്യാനത്തിലെ പുഷ്പങ്ങൾ കാണുന്ന സന്ദർഭത്തെയും ഇതേപോലെ മേളത്തിൻ്റെ ഉള്ളടക്കവുമായി ബന്ധപ്പെടുത്തി നമുക്ക് കാണാവുന്നതാണ്. അതാണോ ഏതെങ്കിലും ഒരു കൃതഗീതാവും കൂടി ഉദാഹരിക്കുകയാണെങ്കിൽ രാജീവ ഏതാണ് പറയാൻ നല്ലത്? ജനകദർശനത്തെക്കാൾ കുവലയ വിലോചനയുടെ ആ പ്രവേശം ഒന്ന് കാണിച്ചാലോ? കുവലയ വിലോചനയുടെ സമയത്ത് ഉദ്യാനം കാണുന്നു എന്ന ഭാഗം ഇതേപോലെ ഈ കിടതഗിതാമിൻ്റെ ഉള്ളടക്കത്തോട് ബന്ധപ്പെടുത്തി മുദ്രാവിന്യാസത്തോടെ പൂർത്തീകരിക്കുന്ന ഒരു രസതന്ത്രം ഉപയോഗിക്കപ്പെടുന്നു. രാജേന്ദ്രൻ പറഞ്ഞ ഈ പതിഞ്ഞ കിടതാവിൻ്റെ ഈ ഉദ്യാനം കാണല് ഏകദേശം പതിഞ്ഞ കിടതാവിൻ്റെ പകുതി വരെ എത്തുന്ന സമയത്താണ് ഇത്. അതായത് തിരികിടത് കതരകാം തിരികിടത് കതരകാം തിരികിടത് കതരകാം അല്ല ഞാനത് സാവധാനത്തിൽ കുട്ടിയാലേ അതൊക്കെ കൂട്ടിക്കോളൂ, അത് ചെയ്തു നോക്കാം. സമയം പോട്ടെ, കുഴപ്പമില്ല. സമയമൊക്കെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സമയമൊക്കെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കമ്മിറ്റിക്കാർ. ഒന്ന് ചെയ്തു നോക്കുക. നേരത്തെ ഈ ഈ കിടതിന്താവിൻ്റെയും ഒരു സവിശേഷത പറയട്ടെ. ഞാൻ ക്രമീരൂപത്തിൽ കിടതിന്താവ് കൊട്ടുന്നത് വളരെ സാവധാനത്തിലാണ്, അതിൻ്റെ ശോക സ്ഥായി എന്നുള്ള കണക്കിൽ.
അതിൻ്റെ മറ്റൊരു സ്വഭാവത്തിലാണ് ഞാൻ ഈ രണ്ടാം ദിവസത്തിലെ കിടതിന്താം മനസ്സിൽ കാണാറ്. അത് എത്ര കണ്ട് വരുന്നുണ്ട്. അത് മറ്റൊരു ശോകമാണെങ്കിൽ ഇത് ശൃംഗാരമാണ്. ആ ശൃംഗാരത്തിൻ്റെ അതായത് ഏത് ചെയ്യുമ്പോഴും ദമയന്തിക്ക് പിന്നെ അപ്രിയമായിട്ടൊന്നും തോന്നരുത്, അല്ലെങ്കിൽ തൊടുമ്പോൾ അത് വേദനിക്കരുത്, ശൃംഗാരമായിട്ട് എന്തെങ്കിലും പറയുമ്പോൾ അധികമായി തോന്നരുത്, കുറഞ്ഞു പോയി തോന്നരുത്, അങ്ങനെ ഒരു വളരെ സൗന്ദര്യാത്മകമായിട്ടുള്ള ഒരു പ്രവേശനം ഒക്കെയാണ് ഞാൻ മനസ്സിൽ കാണാറ്. അപ്പോൾ അതുകൊണ്ട് അധികം അമർത്തി കൊട്ടാറില്ല എന്നർത്ഥം. ഈ ക്രമീരവത്തിലത്തെ കൊട്ടിൻ്റെ മറ്റൊരു സ്വഭാവത്തിൽ കൂടെയാണ് ഇത് ചെയ്യാറ്. ബാലേ വരിക എന്നുള്ള പിന്നെ ഭഗവതത്തിൽ അല്ലെങ്കിൽ അല്ലേ ഭഗവതത്തിൽ പദമുണ്ട്, അതും കിടതിന്താവ് തന്നെ. പക്ഷെ അതേപോലെയല്ല ഇവിടെ കൊട്ടുന്നത്. തോടി രാഗം ആണ് ആ പദത്തിലെങ്കിൽ പോലും ഇതിൽ അങ്ങനെ അമർത്തി കൊട്ടാറില്ല എന്നർത്ഥം. അപ്പോൾ ഞാനതൊന്ന് പറഞ്ഞു മാത്രമേ ഉള്ളൂ. മനസ്സിൽ ഇതൊക്കെ ആണ് ഉള്ളത്. അപ്പോൾ എങ്കിൽ പോലും ഇങ്ങനെ ഈ സമയത്ത് എത്തുമ്പോൾ ഏകദേശം കിടതിന്താവിൻ്റെ പകുതി എത്തുമ്പോൾ ഈ ഉദ്യാനം കാണുന്നത് ഇതുപോലെ ആ ഈ കൊട്ടുന്നത് എന്താണോ അത് എവിടെ എത്തി എന്നുള്ളതൊക്കെ വളരെ കൃത്യമായി ഈ നളനും ഈ കൊട്ടാരവും പിന്നെ കുവലയ വിലോചനയും ഒക്കെ മനസ്സിലുള്ള ഒരു നളനോ ഒരു ഗോപീശാനോ ഈ കിടതിന്താവിൻ്റെ എണ്ണങ്ങൾ മനസ്സ് വെച്ചുകൊണ്ട് ഇതിങ്ങനെ കാണിക്കുന്നത് അർത്ഥം. അപ്പോൾ അതൊരു അത്ര നിസ്സാര കാര്യമല്ല, നമുക്ക് മാതൃകയാക്കേണ്ട പലതിലത്തെയും ഒന്നാണ് ശരിക്കും പറഞ്ഞത്. ഗോപീശാൻ എങ്ങനെ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നത് കൃത്യമായിട്ട് പ്രത്യക്ഷവൽക്കരിക്കാനും സാധിക്കും. അതൊരു വെല്ലുവിളിയായിട്ട് ഏറ്റെടുത്താലോ. അതങ്ങനെ ഒരു തമാശയ്ക്ക് വേണ്ടി എം വി നാരായണ മാഷ് മുണ്ടില്ല. ധീം ധീം ധീ എന്നുള്ള മധുരത്തിൽ കൊട്ടണു, ണ എന്ന് ചെണ്ടയിൽ കൊട്ടണു, എന്നുള്ളത്. ഇവിടെയൊക്കെ നളൻ ദമയന്തിയെ കൂട്ടിപ്പിടിച്ച് നിൽക്കുന്നുണ്ടെങ്കിലും പരസ്പരം കാണുന്നില്ല. രണ്ടാമത്തെ വീണ്ടും ധീം കൊട്ടി ചെണ്ടയിൽ കൊട്ടും. ഇവിടെ നിന്ന് കൊട്ടുമ്പോൾ മാത്രമേ നളനും ദമയന്തിയും അല്ലെങ്കിൽ നളൻ ദമയന്തിയെ കാണുന്നതിനുള്ളൂ. അപ്പോൾ അത്ര പിന്നെ എന്താ തയ്യാറെടുപ്പ് ഈ കാഴ്ചയിലുണ്ട്. അങ്ങനെ പെട്ടെന്ന് കാണരുത് എന്നുള്ള തോന്നലും ഈ പിന്നെ ആ വിവാഹ രംഗത്ത് കഴിഞ്ഞ ആദ്യത്തെ ഈ പ്രവേശനത്തിലുണ്ടായിരുന്നു. അപ്പോൾ അത് അങ്ങനെ തുടങ്ങാം. गातो रे में भई രഹസിരമയൻ ചാടുവ ജനൈ
ആശാനത്തിനുള്ളിൽ മനസ്സിൽ പറയുന്നുണ്ട് ഞാൻ ഇങ്ങനെയല്ല ചെയ്യാറെന്നുള്ളത്. പിന്നെ എനിക്ക് പ്രധാനമായിട്ടൊരു കാര്യം പറയാനുള്ളത്, ഈ അസ്വാധീനങ്ങൾ പല സമയത്തായിട്ട് ആശാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അസ്വാധീനം എത്ര കണ്ടുണ്ടെങ്കിലും ഈ പതിഞ്ഞ കിടതീന്താവിൻ്റെ കാലം മുതൽ എത്ര താണത്തായാലും അദ്ദേഹത്തിന് സന്തോഷം കൂടുതലേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് പതിഞ്ഞ കിടതീന്താം കഴിഞ്ഞ് പതിഞ്ഞ പദത്തിൻ്റെ കാലം ഇടുമ്പോഴും അങ്ങനെ തന്നെയാണ്. എത്ര കണ്ട് പതിഞ്ഞ് ചെയ്യാൻ പറ്റുമോ അത്ര കണ്ട് പതിഞ്ഞ് ചെയ്യണം എന്നർത്ഥം. അതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഈ പതിഞ്ഞ കിടതീന്താം കാലം ഇടുമ്പോഴും ആ കാലം ഇടൽ ലേശം കൂടിയും കാലം താഴ്ത്തിയിട്ടാണ് ഇടാറെന്നർത്ഥം. ഇനി മറ്റൊന്നിലേക്ക് വരട്ടെ. ഇപ്പോൾ ഈ രണ്ടാം ദിവസത്തിൽ ഈ കുവലവിലോചനയിലെ നവയൗവനവും വന്നു എന്ന് ഗോപിയാശാൻ ചെയ്യുന്ന രീതിയുടെ ഒരു വ്യത്യാസം രണ്ടാം ദിവസം ചെയ്യുന്ന മറ്റു നടന്മാരൊന്നും ചെയ്യുന്ന രീതിയിലല്ലാതെ, ഇപ്പം ശോഭ എന്ന മുദ്രയൊക്കെ കാണിച്ച് യൗവനവും വന്ന് നിറഞ്ഞുന്നത് അഭിനയിക്കുന്ന രീതി നമ്മൾ ധാരാളമായി കാണാറുണ്ട്. ആ സന്ദർഭത്തെ ഗോപിയാശാൻ വ്യാഖ്യാനിച്ചെടുക്കുന്നത് എങ്ങനെ എന്ന് പീശപ്പള്ളി ഒന്നും വിശദീകരിക്കും ആദ്യം വാക്കുകൊണ്ട്, എന്നിട്ട് പീശയോ ആദ്യത്തിനോ അത് രംഗത്ത് അവതരിപ്പിച്ച് കാണിക്കും. അടന്ത താളം എന്നുള്ളത് നമ്മൾ ചെമ്പട താളത്തിനേക്കാൾ മാത്ര കൂടുതലുള്ളതാണ്. അതായത് 32-36 തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഈ അടന്ത താളത്തിൽ ഈ ഇത്തരം കണക്കുകൾ വെച്ച് ഈ നവയൗവനവും വന്നു ഇതാണ് കാണിക്കുന്നത്. ഇതിനെ 1-ാം കാലം 2-ാം കാലം 3-ാം കാലം 4-ാം കാലം എത്തി ഈ നവയൗവനവും വന്നു എന്ന് നിറഞ്ഞ് അല്ലെങ്കിൽ അത് പതുക്കെ കാണിച്ച് വളരെ പതുക്കെ സാവധാനത്തിൽ ഇങ്ങനെ ഇളക്കി കൊണ്ടുവന്ന് ഈ നിറഞ്ഞ ഇതിങ്ങോട്ട് വന്നു എന്ന് കാണിക്കലും ഈ താളവും ഈ മുദ്രയുടെ ക്രിയകളും തമ്മിലുള്ള ആ ബന്ധം അതിൽ ഞാൻ കൊട്ടും ഞാനും കൂടി ആയതുകൊണ്ട് കൊട്ടും കൂടി പറയും. ആ കൊട്ടിനെ കണക്കുകളായിട്ട് വളരെ കൃത്യതയോടുകൂടി ഈ അടന്ത താളത്തിൽ ചെയ്യുന്ന ഒരു ക്രിയയാണ് ഇപ്പോൾ ഈ പറഞ്ഞ നവയൗവനവും വന്നു എന്നുള്ളത്. അപ്പോൾ അവിടെ യൗവനത്തിൻ്റെ ശോഭ പ്രത്യേകം കാണിക്കേണ്ടതില്ല ആശാൻ ഇങ്ങനെ മുദ്ര കാണിക്കുകയാണെങ്കിൽ എന്നാണ് ഞാൻ നമുക്കതുകൊണ്ട് കാണിക്കാറില്ല. കാണിക്കേണ്ട കാര്യമില്ല എന്നർത്ഥം. കാണിക്കാതെ തന്നെ നവയൗവനവും വന്നു എന്നുള്ളത് നമുക്കത് പറഞ്ഞ പുതിയ ആസ്വാദകരെ പോലും അത് മനസ്സിലാക്കുന്ന വിധത്തിലാണ് അത് ചെയ്യുന്നത്. മറ്റൊരു സന്ദർഭം പറയട്ടെ. മറയലുകൾ
മറയലുകൾ. അപ്പം ആദിത്യൻ മറയുന്നത് കാണുന്നു, ഹംസം മറയുന്നത് കാണുന്നത് ഈ ആദിത്യൻ്റെ മറവിൽ നിന്ന് രൂപപ്പെട്ട ആട്ടമാണ് എന്നൊക്കെ ഞാൻ വേദികളിൽ ഇങ്ങനെ പറയാറുണ്ട്. ഈ കോട്ടയം കഥയുടെ ആദിത്യൻ്റെ മറവിനെ ആധാരമാക്കിയാണ് ഗോപി ആശാൻ ഹംസം മറയുന്നത് കാണിക്കുന്നത് എന്ന് പറയുമ്പോൾ പോലും അതിലൊരു പൊരുത്തക്കേടുണ്ട്. ആ രണ്ട് മറയലിന് രണ്ട് ഭാവാന്തരീക്ഷം നിർമ്മിക്കുക എന്നൊരു ക്രിയ കൂടി അവിടെ നിർവഹിക്കപ്പെടുന്നുണ്ട്. പീശപ്പള്ളി രാജീവൻ ആദിത്യൻ്റെ മറവിൽ നിന്ന് ഹംസത്തിൻ്റെ മറവിൽ എന്താണ് ഗോപിയാശൻ വരുത്തിയ മാറ്റം എന്നൊന്ന് വിശദീകരിച്ചും കൊണ്ട് മൈക്കവിടെ ഉണ്ട്. അവിടെ ധർമ്മപുത്രനും അതുപോലെ തന്നെയാണ്. ഈ പിന്നെ ഒന്ന് ആഗ്രഹം സാധിച്ചതിലുള്ള, താൻ പ്രാർത്ഥിച്ച ആഗ്രഹം സാധിച്ചതിലുള്ള ഒരു തൃപ്തി ധർമ്മപുത്രൻ്റെ, ഒന്ന് ആഗ്രഹം സാധിക്കാൻ വേണ്ടി പോകുന്നതിലുള്ള ഒരു പ്രതീക്ഷ. ഇതിങ്ങനെ ഇതാണ്. എങ്ങനെയും ഈ നളൻ്റെ കാഴ്ച ഇത്തരത്തിൽ മുൻകാലം മുതൽ തന്നെ ഇങ്ങനെ നോക്കി നോക്കി വളരെ സൂക്ഷ്മമായി ഇങ്ങനെ മറയുന്ന വിധത്തിൽ സ്വർണ്ണ നൂല് പോലെ മറഞ്ഞു എന്ന് കാണിക്കുന്നതോട് കലാശിക്കുക. ധർമ്മപുത്രർ അതുപോലെ കുറേ കാലമായി ആശാൻ ചെയ്യുന്നു, കുറേ കാലമായി ഞാൻ കൂട്ടുകയും ചെയ്യുന്നു. പക്ഷേ എനിക്ക് ഈ നോട്ടം, ഇത്തരത്തിലുള്ള ഒരു നോട്ടം തുടങ്ങിയത് ഞാൻ കൃത്യമായി പറയാനറിയില്ലെങ്കിലും കൊറോണയ്ക്ക് മുമ്പേ ഒരു 2 വർഷം മുമ്പ് മുതൽ ഏകദേശ കണക്ക് എന്നാണ് എൻ്റെ ഒരു ഈ ദൈർഘ്യം കൂടിയ നോട്ടം. ധർമ്മപുത്രരെ നോക്കുന്നുണ്ട്, മറിഞ്ഞ് ഒക്കെ ചെയ്യുന്നുണ്ട്. വ്യത്യാസം ഞാൻ പറഞ്ഞതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ആശാൻ പറയാമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത്തരം ഞാൻ പറഞ്ഞത് വ്യക്തമായില്ലെങ്കിൽ ഒന്നുകൂടി പറയാം. ഹംസം നോക്കുന്ന ആ നോട്ടത്തിൻ്റെ ദൈർഘ്യവും അതിൻ്റെ സൂക്ഷ്മതയും ഇങ്ങനെ നോക്കി മറയുന്നത്. കാരണം ഞാൻ 2 അല്ലെങ്കിൽ 3 വർഷം, കൊറോണയ്ക്ക് മുമ്പ് 2 അല്ലെങ്കിൽ 3 വർഷം എന്ന് വിചാരിക്കുക, അത്രയൊരു കാലമേ ഞാൻ ഈ അല്ലെങ്കിൽ ആശാൻ ധർമ്മപുത്രർ വളരെ ആരോഗ്യത്തോടു കൂടി ചെയ്തിരുന്ന ഒരു കാലം. അത് അങ്ങനെ ചെയ്യാൻ അല്ലെങ്കിൽ ധർമ്മപുത്രൻ ചെയ്യാണ്ടായിട്ട് കുറച്ചേ കാലമായിട്ടുള്ളൂ. ഈ ധർമ്മപുത്രർ അല്ലെങ്കിൽ ഹംസം നോക്കുന്നത് പോലെയുള്ള കാഴ്ച ഇങ്ങനെ നോക്കി നോക്കി സൂര്യൻ മറയുന്നത് ചെണ്ടയിൽ വലന്തലയിൽ കൊട്ടി ആ ശബ്ദത്തിൻ്റെ നേർമ ഉണ്ടാക്കി ഇതൊന്നും സ്ഥലം കൃത്യമായിട്ട് ഓർമ്മ എനിക്ക് കിട്ടുന്നില്ല. കൈയടിച്ചിട്ടുണ്ട് ഈ ധർമ്മപുത്രരുടെ ഈ സൂര്യൻ മറയുന്നത് കണ്ടിട്ട്. ആ കേൾവി അത് മറക്കാനുള്ള അധിക കാലമൊന്നും ആയിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അത് വളരെ ദൈർഘ്യം കൂടിയ കാലമൊന്നും അല്ല. അത് ഞാൻ പറഞ്ഞത് ആശാൻ അപ്പോൾ എൻ്റെ ചോദ്യത്തിൽ അല്ലാന്ന് പറഞ്ഞാലും ഞാൻ ഈ കാലത്തിൻ്റെ കണക്ക് ആശാൻ ഇത്രയും അതിൻ്റെ ഒരു എനിക്കതുകൊണ്ട് തോന്നുന്നത് വെച്ചാൽ ഓരോ കഥാപാത്രവും എങ്ങനെ ചെയ്യണം എന്നുള്ളത് ആശാൻ ഓരോ കളിക്ക് മുമ്പേയും ഗൃഹപാഠം ചെയ്ത് അല്ലെങ്കിൽ പോകുമ്പോഴൊക്കെ യാത്ര ചെയ്ത് അതിനെക്കുറിച്ച് ആലോചിക്കാറുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായി എന്ത് ചെയ്യാൻ സാധിക്കും എന്നും ആശാൻ ആലോചിക്കാറുണ്ട്. അങ്ങനെ ഒരു ആലോചനയിൽപ്പെട്ട ഒരു കാര്യമാണ് ഈ നോട്ടം. അത് ആസ്വാദകർ അംഗീകരിച്ചത് കൊണ്ടാണ് അത് ഓഡിയൻസിൻ്റെ ഇടയ്ക്ക് തന്നെ കയ്യടി കിട്ടിയതും. നമുക്ക് വളരെ കാണിക്കണോ? അല്ല, അതിൻ്റെ കൂടെ അതായത് ഇങ്ങനെ കൊട്ടി മറിഞ്ഞിരുന്നു ഇതേ ശബ്ദത്തിൽ തന്നെ. അത് ഈ കോലിൻ്റെ തലപ്പ് കൊണ്ട് കൊട്ടിയുണ്ടെന്ന് അർത്ഥം. അത് അങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കൊട്ട് ഞാനൊരു 10 കൊല്ലം മുമ്പ് കൊട്ടിയിട്ടില്ല. അങ്ങനെ കേൾക്കാതെയായിട്ട് ആ സൂര്യൻ മറഞ്ഞു, നമ്മൾ കന്യാകുമാരിയിലോ എവിടെ സമുദ്രത്തിൽ മറയുന്നത് പോലെ കാണാതെ ആയി എന്നുള്ള അവസ്ഥയിലേക്ക് എത്തുന്നത് വരെ ഇങ്ങനെ കൊട്ടിയിട്ടുണ്ട്. അപ്പം എൻ്റെ ചോദ്യം
അല്ല ഇത് ധർമ്മപുത്രര് ഈ സൂര്യനെ മറയുന്നത് അഭിനയിച്ച് കളരിയിൽ പഠിച്ച അതിൻ്റെ വെളിച്ചത്തിലാണ് ഹംസത്തെ മറയണേന് ഇങ്ങനെ ഒരു ഭാഷ ഗോപിയാശാൻ ആരെങ്കിലും ഉണ്ടാക്കിയത് എന്ന എൻ്റെ വാദം തെറ്റാണ് എന്നാണോ ഉണ്ണീഷൻ പറഞ്ഞത്? അല്ല, ഞാൻ രാജാനന്ദം പറയുന്നത് നേരത്തെ ലോകധർമ്മിയായിട്ടുള്ള കഥകളിൽ ചെയ്തിരുന്നത് നാട്യധർമ്മിയിലേക്ക് കൊണ്ടുവന്നിരുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഇത് എന്നാണ് പറഞ്ഞത്. ഇതിന്റെ കൂടെ ചേർക്കേണ്ട ആശാൻ, ഇതിന്റെ കൂടെ ചേർക്കേണ്ടതാണെന്ന് തോന്നുന്നു. നളൻ ധർമ്മപുത്രനിലേക്കാണ് വന്നതെന്ന്. അല്ല, അത് തെറ്റെന്ന് പറയാൻ പറ്റില്ല. ഞാനിപ്പോൾ അത് ആസ്വാദകരെ ഏത് തരത്തിൽ നമ്മൾ ഓരോ സമയത്തും പറയുന്നുണ്ട്, എങ്ങനെ ജനകീയമാക്കണം, എങ്ങനെ ആസ്വാദകരെ കഥകളിയിലേക്ക് കൊണ്ടുവരണം എന്നുള്ളത്. പിന്നെ ഇതിൻ്റെ അഭിനയ സാധ്യത എത്ര കണ്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ധർമ്മപുത്ര ആയാലും ചെയ്തിരിക്കണം എന്നാണ് ഞാൻ പറയുക. ഇപ്പോൾ ചൂട് സഹിക്കുന്നില്ല എന്നുള്ളത് അവിടെ കിടതിന്താമൻ്റെ ഇടം എന്നാണ് കൊട്ടുമ്പോൾ ആ മുഖത്തുണ്ടാവുന്ന സ്തോഭങ്ങളും ഇതൊക്കെ ഉണ്ടല്ലോ, അത് അഭിനയം കൊണ്ട് തന്നെയാണ് സാധിക്കുന്നത്. അല്ലെ, ആ അഭിനയം ഇവിടെ കണ്ണുകൊണ്ടുണ്ടാവേണ്ടതല്ലേ? അത് കറക്റ്റ്, ഞാൻ തർക്കിക്കില്ല, അത് കറക്റ്റായിരിക്കും. കാരണം നളയരുതം ചെയ്തതിന് ശേഷമാണ് ധർമ്മപുത്രൻ്റെ ആട്ടത്തിൽ ആ മാറ്റം വന്നത് എന്നാണ് ഇപ്പോൾ സിദ്ധാന്തിക്കപ്പെട്ടിട്ടുള്ളത്. അല്ല, ഇതിന്റെ കൂടെ ചേർക്കേണ്ടതാണെന്ന് തോന്നുന്നു. പറഞ്ഞും കൂടി വസ്ത്രം പത്രികൾ കൊണ്ടുപോയി എന്നുള്ള നോട്ടം, ഇതിന് അത് വേറൊന്നാണല്ലോ. അതെ, അത് വസ്ത്രം പത്രികൾ കൊണ്ടുപോയി എന്നുള്ളിടത്ത് അവിടെ പക്ഷികൾ പറക്കുന്നതും പോലും നോക്കും. അവിടുത്തെ ആ നിസ്സഹായാവസ്ഥയും ആ ഭ്രാന്തമായ നളൻ്റെ അവസ്ഥയും അതും ഏകദേശം ഇതുപോലെ തന്നെ അല്ല, അതിൽ പിന്നെ ഹംസം പറയുന്നത് പറന്നു പോകുന്നത് വലിയ ചിറകെണ്ണ കണന ഗഡതകതരി ഗഡഗഡ ഇരട്ടിവട്ടത്തിൻ്റെ നീളത്തിലുള്ള എണ്ണ കൂട്ടിയിട്ടാണ് ഈ ഹംസം പറന്നു പോകാൻ തുടങ്ങുന്നത്. ഞങ്ങൾ കുട്ടിൽ, അതായത് ഡെണ്ണ കണന ഗഡെണ്ണ കണന ഗഡ എന്നല്ലാന്നർത്ഥം. അത് ഡെണ്ണ കണന ഗഡ പെട്ടെന്ന് പറന്നു പോകാൻ പറ്റില്ല ഈ ഹംസത്തിന് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ന് വെച്ചാൽ വലിയ ചിറകുള്ളത് കൊണ്ട് എന്ന് പറഞ്ഞ് പറന്നു പോകാൻ പറ്റില്ല. അപ്പോൾ ഡെണ്ണ കാണാൻ ഗഡതകതരി ഗഡഗഡെണ്ണ ഗഡതകതരി ഗഡഗഡെണ്ണ ഗഡതകതരി ഗഡഗഡെണ്ണ ഗഡതകതരി ഗഡഗഡെണ്ണ ഗഡതകതരി ഗഡഗഡെണ്ണ ഗഡതകതരി ഗഡഗഡെണ്ണ ഗഡരെണ്ണ 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 ഗഡതകതരി 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 കുറച്ചുകൂടി ദൈർഘ്യം ഉണ്ടാവും. അങ്ങനെ എത്തിയിട്ടാണ് ഈ ഹംസം പറന്നു പോകുന്നത്. മറ്റത് അങ്ങനെയില്ല. വസ്ത്രം പത്രികൾ പറഞ്ഞിട്ടാണ് പറഞ്ഞു പോകുക. വസ്ത്രം പത്രികൾ എന്തായാലും ഒന്ന് കാണിക്കാം. വസ്ത്രം അത് കാണിച്ചോളൂന്നേ. അതെ, ചെറിയ പക്ഷികളാവാം എന്നുള്ള സങ്കല്പത്തിലാണ് ഞാൻ എടുത്തു വസ്ത്രം എടുത്തു കൊണ്ടുപോകാണല്ലോ, വേഗം കാണിക്കാം. അപ്പൊ അവിടെ തന്നെയാണ് കൊട്ടുന്നത്. അവിടെ ഇടണ കാണാൻ കിടതകതിരി കിടകിട അത് കൊട്ടിയാൽ ശരിയാവില്ല. അത് കാണിക്കാം. വസ്ത്രം പത്രികൾ കൊണ്ടുപോ ദേവി മറഞ്ഞപ്പോ അവസ്ഥ നിജം ഉൾത്താരിങ്കൽ വിചാര്യ ദിഗ്വസനനായി നിന്നു നളൻ ദീനനാ സാഗമിതസ്തദോധഗഹനേ ബഭ്രമ്യമാ ആണശുച നക്തം പോയി വനമണ്ഡപം കീമാപി ചെന്നധ്യാ
വിഭ്രാന്തധീ ഹംസം പറന്നു പോകുന്നത്. പറയുമ്പോൾ അല്ലത് കാർക്കോട കിടത് കതരകിടത് 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 കതരകണ അണകണ അണകണാതെ കൂട്ടുമ്പോഴേക്ക് തന്നെ ആശാൻ അത് അവിടെ എവിടെ ശബ്ദം കുറയുക എന്നുള്ളത് കൃത്യമായിട്ട് ആശാൻ അറിയാം. അപ്പോൾ കിടത് കതരകിടത് 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 നമ്മൾ തരികിട കൊട്ടാറാകുമ്പോഴേക്ക് ഈ നൂല് ഇവിടെ എത്തിയിട്ടുണ്ടാവും. അണകണ 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 അണകണാന്ന് എത്തിയിട്ടുണ്ടാവും. അതാ ഞാൻ ആശാൻ ആദ്യം കൊട്ട് പഠിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ പറയാൻ കാരണം. ഒന്നുകൂടി പറയട്ടെ, ഇതുപോലെ കാർക്കോടകം പറഞ്ഞ സമയം അത് ഗോപേശൻ ചെയ്യണൊരു പെട്ടെന്ന് പറഞ്ഞു എന്നാണെങ്കിൽ പോലും ആ പാമ്പിനൊരു തിരയിലുണ്ട്. അതൊന്ന് അഭിനയിച്ച് കാണിച്ചാലോ? ആയത്തിനെ ചെയ്യണം. കാർക്കോടകം പെട്ടെന്ന് വസ്ത്രം വാങ്ങി കാർക്കോടകം മറിയുന്ന ഭാഗം ഗോപേശൻ ചെയ്യുന്ന രീതിക്ക് ഒരു സവിശേഷത. അത് കണ്ട വ്യക്തവും മറ്റു നടന്മാരിൽ അല്ല ഒരു വ്യത്യസ്തത. അല്ല ഒന്ന് പറഞ്ഞാലും കുഴപ്പമില്ല രാജീവ. ആ പാമ്പിനെ ഒന്ന് തിരയിലും കൂടി ഉണ്ടല്ലോ ആണൊക്കെ. അല്ല ഇതിക്കൂടെ പോയതൊരു നോക്കലില്ലേ? ഉണ്ണീഷൻ പറയൂ. ഒന്ന് തിരയും പാമ്പ് പോയിട്ടുണ്ടല്ലേ? ഉണ്ണീഷൻ പറയൂ. സാരമില്ല, അത് വിട്ടു. എന്നാൽ മറ്റൊരു വിഷയത്തിലേക്ക് വരാം. അത് എൻ്റെ ഒരു ഓർമ്മയിൽ അവിടെ ആ സർപ്പം ഒരു നോക്കലാശം കാണിക്കാറുണ്ട് എന്നാണ് ഞാൻ മനസ്സിൽ വിചാരിച്ചത്. രാജാനത്ത് ഉദ്ദേശിച്ചത് ശരി തന്നെയാണ്. അതായത് ഇത് പെട്ടെന്ന് മറയുമ്പോൾ ഈ കാർക്കോടകൻ എവിടേക്കാണ് പോയത് പെട്ടെന്ന് മറയുന്ന ആ നോട്ടുണ്ട്. അത് പീസപ്പള്ളി ആവിലേക്ക് കുറച്ച് മുകളിലേക്ക് നോക്കിയെന്ന് മാത്രം. കാർക്കോടകനാണെന്നുള്ള തോന്നലുണ്ടായില്ല. അല്ല, എൻ്റെ കാഴ്ച ഞാൻ കാണിക്കണമൊന്നും ശരിയാവില്ല എനിക്കറിയാം. അല്ല, എൻ്റെ കാഴ്ചയുടെ ഓർമ്മയിൽ ആശാൻ്റെ ബാഹുവൻ എന്തോന്ന് ചോദിക്കാൻ കൂടി അല്ലേ, ഭൈമി അങ്ങനെ എന്തോ അല്ലേ, അങ്ങനെ എന്തോ ചോദിക്കാൻ മറന്നു. പിന്നെ ആടാറുണ്ട്, പറഞ്ഞ ഉടനെ ഇങ്ങനെ തിരയിലൊരു തിരയിൽ കാണാറുണ്ട്. അപ്പം എൻ്റെ ധാരണ. പക്ഷേ പിന്നെ ഇതിൽ ഒന്ന് ഈ കൊട്ടും അതായിട്ട് നോട്ടവും തമ്മിൽ, അതായത് ഇത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം ദൈർഘ്യം കൂടിയ ആട്ടാണുള്ളത്. മൈക്കൊന്നും തരട്ടെ. കാർക്കോടകൻ മറിഞ്ഞ ഉടനെ ആ മറിഞ്ഞു എന്ന് ബോധ്യപ്പെടാത്ത ബാഹുവൻ ഒന്നൊരു ഒരു ഒരു നോക്കൽ, താഴത്തേക്കാണ് നോക്കുക എന്ന് എൻ്റെ ഓർമ്മ തെറ്റാണോ? അത്രേ ഉള്ളൂ. അത് ആ കാർക്കോടകൻ വസ്ത്രം തന്നിട്ട് കുമ്പിട്ട് കഴിഞ്ഞിട്ട് നീരേൻ്റെ ഇടയ്ക്ക് ആളെ കാണാനില്ല. അത് കാണുമ്പോൾ അങ്ങനെ പരിഭ്രമിച്ച് താഴത്താണ് നമ്മൾ നോക്കുക. അതായത് പാമ്പല്ലേ എഴിഞ്ഞു പോയോ എന്നുള്ളതാണ് നോക്കണത്. പിന്നെ
അല്ല ഞാനവിടെ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ നോക്കുമ്പോൾ ഇത് കഴിഞ്ഞാൽ ഡെക്ക് 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 ഡെ ഇങ്ങനെ ഈ കാലത്തിൽ ആട്ടം തുടങ്ങുക ചെയ്യുക. അപ്പോൾ ഈ നോട്ടം ഡെക്ക് 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 ഇങ്ങനെ നോക്കിയിട്ട് ഡെക്ക് 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 ഇതിലേക്ക് അങ്ങോട്ട് എത്തണം. അതാണ് അവിടെ. അല്ല, അതേമാതിരി തന്നെ വേറൊരു കാര്യമുള്ളത്, നമ്മൾ കാണിക്കുമ്പോൾ രംഗഭാഷ എന്ന് പറഞ്ഞത് ഇപ്പോൾ വസ്ത്രം പത്രികകൾ കൊണ്ടുപോയി എന്ന് പറയുന്നില്ലേ? അല്ല, വസ്ത്രം പത്രികകൾ കൊണ്ടുപോയി എന്നുള്ളത് പോട്ടെ. മറ്റേ ഹംസം പോണതേ, ഹംസം നേരെ ഈ സ്റ്റേജിൻ്റെ പിന്നിലേക്കാണ് പോണത്. ആ പിന്നിലേക്ക് പോയി കഴിഞ്ഞിട്ട് അതേങ്ങനെ മുകളിൽ കൂടെ പോണത് തന്നെ കാണാം. അപ്പോൾ ശരീരം ഒന്നും ഇങ്ങോട്ട് ചെരിയും. അതെ, ചെരിഞ്ഞ് കണ്ണുമൊക്കെ കൂടെ പോകാവും. നേരെ ഇങ്ങനെ പോണില്ല. പോണുണ്ടായിരിക്കും, പക്ഷേ അതല്ല, വേഷം കെട്ടിയിട്ട് അതിയല്ലേ പോണത്. അപ്പോൾ നമുക്ക് അവിടെ ഒരു നാടകീയത. അല്ല, ഞാനിപ്പോൾ പഠിപ്പിക്കുകയല്ല, വിശദീകരിക്കുകയല്ല. അല്ല, എനിക്ക് തോന്നി രാജീവ് ഇങ്ങനെ കാണുന്നത് പകരം ഒന്നിങ്ങനെ ചെരിയും ശരീരം. അതെ, അതേ പോകണം. അതേ പോയിട്ട്. പിന്നെ വസ്ത്രം പത്രികകൾ കൊണ്ടുപോയി എന്നുള്ളത് പിടിക്കാനങ്ങോട്ട് ചെല്ലുടനെയാണ് ഇപ്പോൾ പറയണത്. കൊണ്ടുപോയി എന്ന് പറഞ്ഞിടത്ത് പിടിക്കാൻ പോയത് പിടിക്കുന്നത് പോണതേ. പോണ സമയത്ത് ഈ കണ്ണ് 1-2 പ്രാവശ്യം തിറക്കുന്നില്ല. അല്ല, അങ്ങനെ അതും പോണത് അദ്ദേഹം തന്നെയാണ്. അതായത് ഇവർ ഇത് കൊത്തി കൊണ്ടുപോകുന്നത് അദ്ദേഹമാണല്ലോ. കൊത്തി കൊണ്ടുപോകുമ്പോൾ അദ്ദേഹം തന്നെ പിന്നിൽ കൂടെ തന്നെയാണ് പോയിട്ടാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ സ്റ്റേജും, അതായത് കഥകളിക്കൊരു നാടകീയത എന്ന് പറഞ്ഞത് സ്റ്റേജിൽ ചെയ്യുന്നത്, ആ സ്റ്റേജിൽ എന്താണോ വേഷം, ഏരിയാണോ പോണത് അത് കണ്ടുകൊണ്ടാണ് നമ്മൾ ചെയ്യാവൂ. വേഷം അതേ പോവുക, നമ്മൾ ചെയ്ത് നോക്കുക. അപ്പോൾ അതിനൊരു ഒരു സാരസ്യം പോരായി വരും. അതല്ല, അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് മാത്രമേ ഉള്ളൂ. എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കരുത് വെച്ച് ഞാനതാ ഇന്നത്തെ ദിവസം വരുന്നില്ല വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മളുടെ കാണിപ്പോയൊരു കുട്ടനാമ്പൂരിപ്പാടും പ്രദീപും കുഴിക്കാട് പ്രദീപും കൂട്ട് നിർബന്ധമായിട്ട്, പിന്നെ നമ്മളുടെ എല്ലാം കൊണ്ടും പ്രധാനിയായിട്ടുള്ള നമ്മളുടെ ശ്രീരാമേട്ടനല്ലോ, നിർബന്ധമായിട്ട് പിടിച്ചു വെച്ച് കൊണ്ടുവന്നതാണ്. അതായത് ഞാൻ കാണാൻ വേണ്ടി വന്നതാണ്. എന്നെക്കൊണ്ട് പറയിപ്പിക്കരുതെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ മാത്രമല്ല, ഇനിയിപ്പോൾ എന്ത് വിചാരിച്ചാലും ഞാൻ വേഷം കെട്ടില്ല. പിന്നെപ്പോൾ അല്ല, അതിലിപ്പോൾ എങ്ങനെ കാണിച്ചാലും എൻ്റെയാണെന്ന് പറഞ്ഞാലും ഞാൻ അല്ലാതെ പറയാൻ വരുന്നില്ലായിരുന്നു. അപ്പോൾ അവനവൻ്റെ ഇഷ്ടപ്രകാരം കാണിക്കാം, ഒരു വിരോധമില്ല. പക്ഷേ കുറേശ്ശെ ഇങ്ങനെ നമുക്ക് എന്ത് കാണിക്കുമ്പോഴും നമ്മുടെ ആസ്വാദകർക്ക് വേണ്ടിയിട്ടാണ് കാണിക്കണത്. കാണിക്കുമ്പോൾ കുറച്ചൊരു ഔചിത്യം ഉണ്ടാവുക എന്നുള്ള ആവശ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇത് പറഞ്ഞത്. പിന്നെ അതുമാതിരി തന്നെയാണ് ഇപ്പോൾ ഈ പൂലൈവിലോചന എന്നുള്ളതിന് ഈ രംഗത്തേക്ക് വരുമ്പോൾ നമ്മളിപ്പോൾ ഈ നോക്കി കാണേണ്ടവരല്ലേ, നോക്കി കാണുന്നത് എന്താ ഉദ്ദേശം? ഉദ്യാനത്തിലേക്ക് കടന്നു എന്നുള്ളതല്ലേ, ഉദ്യാനം കാണണമെന്നല്ലേ. അപ്പോൾ അവിടെ കടന്നുകൊണ്ടൊന്ന് കാണിക്കുകയും ചെയ്യാം. അതും കൂടി നല്ലതാണ്. പിന്നെ കിടക്കുന്നതിൻ്റെ ഒപ്പം തന്നെ കാല് വയ്ക്കണം. അതല്ല ഇപ്പോൾ ചെയ്യണത്. അതെ, ഇപ്പോൾ ചെയ്തത് അങ്ങനെയല്ല. അതായത് ഉണ്ണീഷൻ എന്താണോ അത് പറയാൻ. ഉണ്ണീഷൻ കിടക്കുന്ന കുട്ടനേൻ്റെ ഉരുളുകോല് ഞാൻ കൊട്ടി പഠിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ധരിച്ച് വെച്ചിട്ട് വെച്ചാൽ എനിക്കറിയില്ല. എന്തായാലും ആ ഉരുളുകോല് കൊട്ടുമ്പോഴാണ് വേണ്ടത് അത്. അങ്ങനെ അപ്പോൾ അല്ല, എന്നാലേ യോജിപ്പ് ആവുള്ളൂ എന്ന് പറയാം. ഇങ്ങനെ 1-2 തോന്നി മനസ്സിൽ തോന്നിയതൊക്കെ ഇനി പറയാൻ നിന്നാൽ അതും ഇതാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ഇനി എൻ്റെ മൈക തരരുത്. ഇപ്പോൾ 1-ാം ദിവസത്തിലെ നളൻ വീണ വായിക്കുക, അല്ലെങ്കിൽ കാലകേയത്തിലെ അർജുനൻ ചിലപ്പോൾ സ്വർഗ വർണ്ണനയിനിടയിൽ വീണ വായിക്കുക. ഒന്നിലെ നളൻ വീണ വായിക്കുന്നതിൽ സാധാരണ വീണ വായിക്കുന്ന നടന്മാരൊക്കെ ഇത് കുറച്ചേരും വായിച്ച് തെരുകിട് തികുതിരകാം എന്നൊരു മുത്താരിപ്പ് വെച്ച് വീണവായന കലാശിക്കുന്ന സിഗ്നൽ കൊടുക്കുക പതിവ്. ഗോപേശാൻ്റെ അവിടെ രംഗഭാഷയ്ക്ക് ഒരു സവിശേഷത, അത് ഉണ്ണീഷൻ ഒന്നും കൂടി വിശദീകരിച്ച് പറഞ്ഞ് ആ വീണവായനയിൽ 1-ാം ദിവസം നളൻ ഉണ്ണീഷിൻ്റെ ഒരു, ഞാൻ പറയുകയാണെന്ന് വെച്ചാൽ ഉണ്ണീഷിൻ്റെ ഒരു നിരീക്ഷണം എന്താണെന്ന് വെച്ചാൽ, താരസ്ഥായി ഷഡ്ജത്തിൽ സ്വരം എത്തിയ പോലെ നിർത്തി അങ്ങനെ അറിയാതെ ദമയന്തി വിചാരത്തിലേക്ക് അങ്ങോട്ട് വഴുതി മാറുന്ന പോലെ ആ വീണ വായന അങ്ങോട്ട് ലയിച്ചു പോകുന്ന ഒരു രീതിയിലാണ് ആ വീണ വായന രംഗത്ത് അവതരിപ്പിക്കാറ് എന്ന് ഉണ്ണീഷൻ പറയാറുണ്ട്. ഒന്നും കൂടി വിശദമായിട്ട് പറഞ്ഞിട്ട് വേണമെങ്കിൽ ഒന്ന്
ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ധർമ്മപുത്രയുടെ സൂര്യൻ മറയുന്നത് പോലെയുള്ള ആശാൻ്റെ ചിന്ത കൊണ്ടുണ്ടായത് തന്നെയെന്ന് ഞാൻ പറയാം. ഈ ഇന്ന് കാണിച്ച ഇതാണ് ഒരു പൊതു സ്വഭാവം ഈ വീണ വായിക്കുന്നതിൻ്റെ. ആ വീണ വായന കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പിന്നെ ഇങ്ങനെ ആലോചിക്കും, ദമയന്തി ആ സമയത്ത് എൻ്റെ അടുത്തുണ്ടായിരുന്നെങ്കിലോ എന്നൊക്കെ എന്ന് പറഞ്ഞ് വീണ്ടും വായിക്കാൻ തുടങ്ങും. ദമയന്തി അവിടെ ഉണ്ട് എന്നുള്ള സങ്കല്പത്തിൽ. പിന്നെ ഇല്ലയെന്ന് ബോധ്യമായി ഇതൊക്കെ ദേഷ്യമായിട്ട് അവിടെ കൊണ്ട് ഇടുന്നതാണ് മുൻപ് കുറച്ച് കാലം മുമ്പ് ചെയ്തിരുന്നത് എന്നർത്ഥം. പിന്നെ എത്ര കണ്ട് സൂക്ഷ്മമാക്കാൻ പറ്റുമോ അല്ലെങ്കിൽ എത്ര കണ്ട് ആസ്വാദ്യകരമാക്കാൻ പറ്റുമോ എന്നുള്ള ആശാൻ്റെ തന്നെ ചിന്തകളാണ് ഇത്തരം ഈ കാഴ്ചയും ഈ കേൾവി ശബ്ദവും ഒക്കെ ഉണ്ടാവുന്നത് എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാനതുകൊണ്ട് വിചാരിച്ചത് ഈ പിന്നെ അങ്ങനെ വായിച്ചു പോണു. അതിങ്ങനെ ആവേശം ഇങ്ങനെ ആ ഇതിലിങ്ങനെ ലയിച്ചു വരികയാണ്. കുറേ കഴിഞ്ഞപ്പോൾ ഈ ദമയന്തിയുടെ ഈ ഓർമ്മയിലേക്ക് ഇങ്ങനെ വന്നു. അപ്പോൾ അതിൻ്റെ ഈ ശബ്ദവും അതുപോലെ കുറഞ്ഞു വന്നു പറഞ്ഞു. അപ്പോഴേക്ക് ഈ വായനയും അതുപോലെ അതിൻ്റെ മേൽഷഡ്ജത്തിലേക്ക് എത്തി. പിന്നെ ഈ വായന ഇടയ്ക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ചിന്ത ഇവിടെ കുറച്ചും കൂടുതൽ അങ്ങടും പോയി നടത്തും. അങ്ങനെ ഇത് ദമയന്തിയിലേക്ക് എത്തുന്ന ഒരു വായനയാണ് ആശാൻ്റെ വീണ വായന എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്നാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് തോന്നിയതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അല്ല, അതുകൊണ്ട് ഈ അരങ്ങിലുണ്ടാവുന്ന ഞാൻ കൂടുതൽ പറയുന്നില്ലെങ്കിൽ അരങ്ങിലുണ്ടാവുന്ന ഈ ശബ്ദം കുറയുന്നത് കൊണ്ട് ഈ ഭാവത്തിനോ അല്ലെങ്കിൽ ഇതിൻ്റെ ആ നളൻ്റെ വിചാരങ്ങൾക്കോ കൂടുതൽ ഫലം ഉണ്ടാവുന്നുണ്ട് എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അപ്പം അത് എന്ന പോലെ അല്ലാണ്ട് വെറുതെ ഇങ്ങനെ വായിച്ച് അങ്ങനെ വായിച്ച് അവസാനിപ്പിക്കുന്നതിനേക്കാൾ കുറച്ചും കൂടിയും അത്രയും പറഞ്ഞാൽ പോരാ, ശരീരം മുഴുവൻ ഇളക്കി വീണ വായിക്കലും കൂടി പറഞ്ഞാലേ അതിൻ്റെ ആ ഭംഗി നമുക്ക് പൂർണ്ണമായ ചിത്രമായിട്ട് നമ്മൾ മുന്നിലെത്തും. വേറൊരു സന്ദർഭത്തിലേക്ക് വരട്ടെ. ഇപ്പോൾ കോട്ടയം കഥകളിലെ സന്ദർഭങ്ങളെ ഏതാണ്ട് അതേപോലെ നളചരിതം പോലെയുള്ള കഥകളിലേക്ക് പലപ്പോഴും ഗോപിയാശാൻ പകർത്തിയിട്ടുണ്ട് എന്നതിന് തോന്നുന്ന മറ്റൊരു ഉദാഹരണം ഇപ്പം കാളാമ്പുത രുചി തേടും വിപിനെ എന്നതിൽ ആ കാട് കാണുന്നുണ്ട്. ആ കാട് കാണലും വിജനേപത മഹതിം വിപിനെ എന്ന ആ സന്ദർഭത്തിൽ ചെറിയ നിമിഷങ്ങൾ കൊണ്ടാണെങ്കിൽ പോലും ആ കാളാമ്പുത രുചിയെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ ആ കാട് കാണൽ ഗോപിയാശാൻ അഭിനയിക്കാറുണ്ട്. മഹതിം എന്നുള്ള ഈ മുദ്ര പിടിച്ചു വിടുകയും വിപിനെന്ന് മുദ്ര പിടിക്കുകയും ചെയ്യുന്നതിന് പകരം ആ മഹതിം വിപിനത്തെ കാളാമ്പുത രുചിക്ക് കണ്ടതുപോലെ ഒന്ന് കണ്ട് ആവിഷ്കരിക്കുന്നൊരു രാജീവനെ ഒന്നും കൂടി വിശദീകരിക്കൂ ആ ആശയം എന്താണെന്ന്. ആ മഹതിം എന്നുള്ള മുദ്ര വിടുകയല്ല ചെയ്യുന്നത്, അവിടെ കാടിനെ ഒന്ന് കാണുന്നു. രണ്ടാം ദിവസത്തിൽ വേർപാടിൻ്റെ സമയത്ത് നടന്ന് കാട്ടിലേക്ക് അങ്ങോട്ട് എത്തി. കുറച്ച് കഴിയുമ്പോൾ കൂരിരുട്ട് പോലെ തോന്നുന്ന ഒരു അന്തരീക്ഷമുണ്ട് ഈ നളന്. നടക്കാൻ കണ്ണ് കാണാൻ പറ്റാതെ ആ കൂരിരുട്ട് ആണ്. അല്ലെങ്കിൽ കൂരിരുട്ട് എന്തായാലും നമ്മൾ കല്യാണ സൗന്ദര്യ ആട്ടം കാണിക്കാറുണ്ടല്ലോ. സൂര്യരശ്മി പോലും താഴത്തേക്ക് പ്രകാശിക്കത്തക്ക വിധത്തിലുള്ള ഇടതിങ്ങിയ മരക്കൂട്ടങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് അതൊന്നും അത്തരം മുദ്രകളൊന്നും കാണിക്കാണ്ട് ഈ കണ്ണ് അങ്ങനെ എന്താ കാണിക്കാൻ അറിയില്ല. നമുക്കത് ഇരുട്ടായിട്ട് അങ്ങോട്ട് തോന്നും. അത്
കണ്ണ് പിന്നെ ഒരു പ്രത്യേക തരത്തിൽ സഞ്ചരിച്ചിട്ടൊക്കെയാണ് അത് കാണിക്കാറ്. സൗഗന്ധ്യത്തിൽ ഞാനതുപോലെ നഗട്രിക എന്നല്ലാണ്ട് ഈ നഗട്രി ഗട്രി ഗട്രി ഗറ്റ ഗറ്റ ഗരി 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 ഗറ്റ 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 ഗരി എന്നൊക്കെ കൂട്ടി ഞാനും എന്താന്ന് ശരിയാണ്ട കുറച്ച് ആശാനും അങ്ങനെ തന്നെയാണ് നോക്കണത്. എന്താന്ന് ശരിയാണ്ട കുറച്ച് നോട്ടം ആശാൻ അങ്ങോട്ട് കൊടുക്കാൻ നോക്കും. ഇത് നമുക്ക് ഇരുട്ടാണെന്ന് തോന്നും ചെയ്യും. ആ തരത്തിൽ ചില ശബ്ദങ്ങൾ ഞാൻ ഉണ്ടാക്കുന്നു എന്ന് അതിനെ പറയാൻ പറ്റുള്ളൂ. ഇത് ഇരുട്ടിൻ്റെ കൊട്ടായിട്ട് അല്ല ഇപ്പോൾ ഈ പറഞ്ഞ ഉദാഹരണം എന്ന് പറഞ്ഞു നോക്കും. മഹദീം ബീബിനെ രാജീവനെന്ന് പറയൂ. അല്ല അതും അവിടെയും ആ കാടിനെ കാണുന്ന ഒരു ചിത്രം നമുക്ക് നൽകുന്നുണ്ട്. കൃമിരോഗത്തിലെ ധർമ്മപുത്രരാകുമ്പം കാളാമ്പുത രുചി എന്നുള്ളതിന് കൈയിട്ട് പിന്നാക്കം മാറി കാട് കാണുന്ന ഒരു നമുക്ക് മുൻപിൽ അല്ലെങ്കിൽ നമ്മൾ പ്രേക്ഷകരും കൂടി അങ്ങനെയുള്ള പ്രദേശത്താണ് ഇരിക്കുന്നത് എന്ന് തോന്നുന്നതിൽ തുറന്നു പിടിച്ച കണ്ണുകളിൽ ഇങ്ങനെ തുറന്നു പിടിച്ച കണ്ണുകളിൽ വായു കൊടുക്കാതെ എന്നൊക്കെയാണ് അതിന് ഒരു സാങ്കേതിക ഭാഷ പറയാൻ പറ്റുക. അങ്ങനെ ആ നോട്ടം നമുക്കവിടെ ആ കാടിൻ്റെ ഒരു അവസ്ഥയെ നമുക്ക് പ്രേക്ഷകർക്ക് തരുന്നുണ്ട്. വിജനേപഥ മഹദീം എന്നുള്ളതിന് ഈ ഇരുന്ന ഇരിപ്പിൽ അവിടുന്ന് പൊന്നാനി ഭാഗവതർ പാടിക്കഴിഞ്ഞ് അല്ലെങ്കിൽ അതിനൊപ്പം നിവർന്നിരുന്നിട്ട് നോക്കുന്നത് താൻ വളരെ സുരക്ഷിതമായൊരവസ്ഥയിലാണെങ്കിൽ പോലും ദമയന്തി എത്തിപ്പെട്ട കാടിനെക്കുറിച്ചുള്ള ചിന്ത നളൻ്റെ മനസ്സിനെ മഥിക്കുന്നു എന്നുള്ള രീതിയിൽ ആശാൻ്റെ ഒരു നോട്ടുണ്ട്. ആ നോട്ടം കൃമീരവത്തിൽ ധർമ്മപുത്രർ വട്ടം വെച്ച് പിന്നാക്കം മാറി നിന്ന് കണ്ട കാടിൻ്റെ അതേ ശക്തിയെ വേറൊരു തരത്തിൽ ഇരുന്ന് അഭിനയിക്കുന്ന വേറെ ചലനങ്ങളൊന്നുമില്ലാത്ത സമയത്ത് പോലും ആ ശക്തിയെ കണ്ണുകളിലൂടെ പ്രകടമാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. പലപ്പോഴും പറയാറുള്ളതാണ് ഈര്യതയെ ഇന്ന് ഈ മുദ്ര കാണിക്കുന്നതിന് മുമ്പ് ഈ ചാട്ട നിലത്ത് വീഴുക. ഋതുവർണ്ണ ഭൂപസാരഥികൾ എന്ന് പറയാൻ ഏത് അവശതയിലും ആ ചാട്ട തിരിച്ച് കയ്യിലേക്ക് എടുക്കണം എന്ന് നിഷ്കർഷിക്കുക. ഇത് രണ്ടും ഗോപിയാശാൻ്റെ നാല് ബാഹുകൻ്റെ ആട്ടത്തിൽ നമ്മൾ കാണുന്ന സവിശേഷതയാണ്. ആ ചാട്ട നിലത്ത് വീഴുന്നത് ആ വീഴ ശബ്ദം താളത്തിലാക്കുക. എങ്ങനെയപ്പോൾ അത് അതിന് പാകത്തിന് ആ നിലത്ത് വീണ ശബ്ദം അവിടെ കൊട്ടി ഉണ്ടാക്കുകയും ചെയ്യുക. ഇര്യതയെന്ന് മുദ്ര പിടിക്കുന്നതിന് മുമ്പ് ഈ ചാട്ട കയ്യിൽ നിന്ന് നിലത്തിക്കിടണം. നിലത്ത് വീഴുന്നത് താളത്തിലാണ് അതിന് കൊട്ടുണ്ട്. ആ വീണ ശബ്ദത്തിന് ഉണ്ണീഷ്ണം കൊട്ടുന്നു. പിന്നെ ഇര്യത അത് രണ്ടവിടെ പറയാനുള്ള സാധനം ഉണ്ടെന്ന് കാണിച്ചു നോക്കിയാലോ. ആ ഇര്യതയെന്ന് പെട്ടെന്ന് തിരിഞ്ഞ് പറയാമെന്ന് കാണിക്കുന്ന സാധനം ഒന്ന് അഭിനയിച്ചു നോക്കിയാലോ. അതൊരു അത്ഭുതകരമായ സംഭവമാണ്. പറയാം എന്നുള്ളത് ഈ മുദ്ര പിടിക്കലല്ല, അവിടെ ഒരു തിരിയലുണ്ട്. തിരിഞ്ഞിട്ട് പറയാം. പിന്നെ എല്ലാവരും ചെയ്യണ പോലെ ഇപ്പോൾ ഗോപിയാശൻ തുടങ്ങി വെച്ചത് എല്ലാവരും ചെയ്യണ പോലെ പതുക്കെ എഴുന്നേറ്റ് എല്ലാം എന്നുള്ള മുദ്രയ്ക്ക് വട്ടം വെച്ച് മുദ്ര കാണിക്കുക. ആ ഇര്യതയിൽ നിന്ന് തുടങ്ങുന്നതിന് മുമ്പുള്ള ഈ ചെറിയ രണ്ട് ചടങ്ങ്, ആ ചാട്ട നിലത്ത് വീഴലും ആ വീണ് കഴിഞ്ഞിട്ട് പറയാം എന്ന് കാണിച്ച് ശരീരം ഒന്നിങ്ങോട്ട് ഇവിടെ തിരിക്കലും. എല്ലാം നേരെ ശോഭനവാണി മുദ എല്ലാം നേരെ എല്ലാം നേരെ
ഈ പദത്തിൻ്റെ ഇടയിൽ തന്നെ ധരണിപന്മാർ അനേകം വരുമേ പോൽ. ധരണിപന്മാർ എന്നുള്ളത് അനേകം എന്ന് മുദ്ര വിടുന്ന സ്ഥാനം, അതായിരിക്കും രാജ്യം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അനേകം എന്നുള്ള മുദ്ര വിടുന്ന സ്ഥാനത്തിന് സവിശേഷത ഗോപിയാശാൻ്റെ വേഷം ചെയ്തിൽ ഓർമ്മയുണ്ടാവുമല്ലോ. വാക്കിനൊപ്പം, അതായത് ധരണിപന്മാർ അനേകം എന്നുള്ള വാക്കിൻ്റെ ഒപ്പം 14-ാമത്തെയും 16-ാമത്തെയും മാത്രയിൽ വിടുന്ന രീതിയിൽ അതിനെ ചിട്ടപ്പെടുത്തിയ രീതി. അനേകം ധരണിപൻ അനേകം ഇത് ഉണ്ണിഷാശാൻ്റെ അഭിപ്രായത്തിൽ ഹൈദരാലി ആശാനും ഗോപി ആശാനും കൂടി അങ്ങനെ ചിലതൊക്കെ ആലോചിച്ചുറപ്പിച്ചിട്ടുണ്ടെന്ന് ചില ഹൈദരാലി ആശാനും ആലോചിക്കാണ്ട് ഉറപ്പിച്ചിട്ടുള്ളതാണ്. അന്നൊന്ന് പറയും. ആലോചിച്ചുറപ്പിച്ചിട്ടില്ല, ആലോചിക്കാതെ പിന്നീട് അത് ഉറപ്പിച്ച് വന്നതാണ് ഇപ്പോൾ ബിഷപ്പള്ളി രാജീവൻ പറഞ്ഞത് ഉചിതം എന്നുള്ളത്. ആ ഉചിതം അതെ, അല്ല ആലോചിച്ചിട്ടല്ല എന്നാണ് ഞാൻ പറഞ്ഞത്, ആലോചിച്ചിട്ടല്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ഞങ്ങൾക്ക് പിന്നെ പരസ്പരം തെറ്റിദ്ധാരണ ഉണ്ടായി. അതായത് ഞാനിത് എൻ്റെ ഓർമ്മയിൽ എന്താ ശ്രീകൃഷ്ണപുര ഭാഗത്ത് കരിമ്പുഴ അല്ലേ, കരിമ്പുഴ അമ്പലത്തിൽ വെച്ചിട്ടാണ് ഇത് ഉണ്ടായത്. അപ്പോൾ ഹൈദരാലിയേട്ടൻ ഗോപിയാശാനും കൂടിയും തെക്ക് ഭാഗത്ത് ധാരാളം പിന്നെ കളിക്ക് പോകുന്നതാണ്. അപ്പോൾ ഞാൻ അങ്ങോട്ട് ഉണ്ടാവാറില്ല, ശബരി വിളിക്കാറില്ല. അപ്പോൾ ഇവിടെ കളിക്ക് വന്നപ്പോൾ ഈ 4-ാം ദിവസം വന്ന് നമ്മൾ മനസ്സിരുത്തിയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. എന്തും സംഭവിക്കാം, ഈ സുനാമിയൊക്കെ പ്രഖ്യാപിക്കാതെ പിന്നെ വരുന്നത് പോലെയാണ്, ഏത് സമയവും എന്ത് സംഭവിക്കാം. അപ്പോൾ അങ്ങനെ ആണ് അരങ്ങൽ കണ്ണ് എന്നുള്ളത് കൊണ്ട് ഈ ഊ എന്ന് പറഞ്ഞ അവിടെ നിർത്തിയപ്പോൾ ഞാനും അവിടെ നിർത്തി എൻ്റെ ഭാഗ്യം കൊണ്ട്. അപ്പോൾ ഞാൻ ശരിക്ക് എന്നെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവർ രണ്ടാളും ഒത്തതാണ് എന്ന് എനിക്ക് തോന്നി. ഹൈദരാലിയേട്ടൻ തിരിച്ചും അങ്ങനെ ഉണ്ടായത്. ഗോപിയാശാനും ഞാനും കൂടി ഇത് പ്ലാൻ ചെയ്തിട്ട് ഹൈദരാലിയേട്ടനെ കൊണ്ട് ഇങ്ങനെ ഒന്ന് നമുക്ക് ചെയ്യിപ്പിക്കണം എന്ന് ഉള്ള ധാരണയിലാണ് ഇവർ വന്നിട്ടുള്ളത് എന്നുള്ളത് ഹൈദരാലിയേട്ടന് തോന്നി. ഭാഗ്യവശാൽ ഇതൊന്നും സംഭവിച്ചില്ല, അല്ലെങ്കിൽ ഇതൊന്നും ഉണ്ടാവാതെ അവിടെ വന്നതുകൊണ്ട് ഈ സാധനം ഇപ്പോൾ ചിട്ടപ്രധാനമായിട്ടുള്ള ഒരു ഇനമായിട്ട് ആശാൻ സംഭാവന ചെയ്തു ഈ കരിമ്പുഴ ഈ കളിക്ക്. അത് അരങ്ങിലൂടെ ഉണ്ടായതാണ്. അതാണ് ഈ താളവും കൊട്ടും ഈ വാക്കും മുദ്രയും എങ്ങനെയൊക്കെ ഏത് തരത്തിൽ ഇണക്കി കൊണ്ടുപോകണം അല്ലെങ്കിൽ കൊണ്ടുപോകാം എന്നുള്ളതിൻ്റെ ഇത്രയധികം ഉദാഹരണമായിട്ട് പറയാൻ പറ്റില്ല. അങ്ങനെ ഊ എന്ന് പറഞ്ഞത് അവിടെ ആ മുദ്ര അവിടെ നിർത്തൽ അല്ലെങ്കിൽ നിർത്താൻ തോന്നൽ അത് ആശാനൻ തന്നെ അത് ഇത്തരം പ്രവൃത്തികൾ ചെയ്യാൻ പറ്റുള്ളൂ. എങ്ങനെയാലും അങ്ങനെ അതവിടെയാണ് അല്ലെങ്കിൽ അങ്ങനെയാണ് അത് ഉണ്ടായതെന്ന് അർത്ഥം. അതേപോലെ തന്നെയാണ് ഇത്തരം മുദ്രകൾ ഈ പിന്നെ ഈ സാധാരണഗതിയിൽ ഇങ്ങനെ കാണിച്ചു പോയാൽ മതി, താളത്തിൻ്റെ 4-ാമത്തെ മാത്രയ്ക്ക് അല്ലെങ്കിൽ 8-ാമത്തെ മാത്രയ്ക്ക്. പക്ഷെ അതല്ലാതെ അതിൽ ചില കൗതുകപരമായിട്ടുള്ള ചില അല്ലെങ്കിൽ ചില സൂത്രങ്ങളൊന്നും എന്തായാലും പറയേണ്ടത് ശരിയില്ല. അത്തരം ചില ഒക്കെ പ്രയോഗങ്ങൾ. കർണശപഥത്തിൽ സോദരി മഹാരാജ്ഞി ഖേദമെന്തിന് വൃഥ അത് ചേർത്ത് പാടിയിട്ട് സോദരി മഹാരാജ്ഞി
അത് ആ മുദ്ര കഴിയുന്നത് വരെ അത് ആവർത്തിച്ച് പാടിയിട്ട് മഹാരാജ്ഞി എന്നുള്ള സംബോധന കഴിഞ്ഞതിന് ശേഷം മാത്രം ഖേദം എന്തിന്, ഖേദം എന്നുള്ള മുദ്രയോടൊപ്പം ഖേദം എന്തിന്, ആ ഖേദം എന്തിന് എന്ന് കഴിഞ്ഞ് വൃദ്ധ എന്നുള്ള വാക്കിനൊപ്പം വൃദ്ധ കഴിഞ്ഞ് കലാശിക്കുന്നൊരു രീതി. അപ്പോൾ കർണശപഥം പോലെയുള്ള കഥകളിൽ പോലും അങ്ങനെ ചില അതിമനോഹരമായ ചിട്ടപ്പെടുത്തലുകൾ നടത്തി എന്നുള്ളതാണ് ഗോപിയാശാൻ്റെ ഒരു സംഭാവനയായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത്. സോദരി മഹാരാജ്ഞി ആദിത്യൻ കാണിക്കും. സോദരി മഹാരാജ്ഞി ഖേദമെന്തിനു വൃഥ മഹാരാജ്ഞി സോദരി മഹാരാജ്ഞി സോദരി മഹാരാജ്ഞി സോദരി മഹാരാജ്ഞി സോദരി മഹാരാജ്ഞി സോദരി മഹാരാജ്ഞി സോദരി മഹാരാജ്ഞി ഖേദമെന്തിനു വൃഥ സോദരി മഹാരാജ്ഞി ഖേദമെന്തിനു വൃഥ സോദരി മഹാരാജ്ഞി ഖേദമെന്തിനു വൃഥ. കാലകേവസത്തിൽ അർജുനൻ്റെ കുടിലത അകതാരിൽ എന്നുള്ളൊരു അരിപടലമൊക്കെ ഒടുക്കുവാൻ എന്നൊരു ഭാഗം അത് ചിട്ടപ്പെടുത്തിയൊരു സംഗതിയാണ്. ആദിത്യനത് കാണിക്കും. കൂട്ടിലേതാ കുട്ടിലത അക അകതാരിൽ കുട്ടിലത അക അകതാരിൽ അടവി തടവീടും തടവി തടവീടും അരിപടല പടലങ്ങ ഒക്കവേ പടലങ്ങൾ ഒക്കെ
ഈ അടന്തയിലുള്ള ഈ പദത്തിൻ്റെ ഊർജം അല്ലെങ്കിൽ അതിൻ്റെ സങ്കേതങ്ങളെ വേറൊരു തരത്തിൽ കർണശപഥത്തിൽ വിമതരാം കൗന്ദേയരെ സമരെ നിഗ്രഹിച്ചു ഞാൻ എന്നൊരു സുമതി എന്നുള്ളിടത്തൊരു നോട്ടം കൂടിയുണ്ട്. അപ്പോൾ ഈ അടിമലർ ഇങ്ങോട്ട് അർജുനൻ ഈ താഴുന്ന ആ ഊർജ വ്യത്യാസത്തെ സുമതി താവക എന്ന് നോക്കുന്നതിലേക്ക് ആശാൻ ആവാഹിച്ചെടുത്തത് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ്. അതൊന്ന് കാണാം. മതരാം കൗന്ദേയരെ സമരേ നിഗ്രഹിച്ചു ഞാൻ. 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 സുമതി തവ അസ്ത്രം കൊണ്ട് സവ്യസാചിയാണ് ഗോപിയാശാൻ. ഈ നളചരിതത്തിൽ 1-ാം ദിവസത്തിൽ ഒരു ആട്ടുണ്ട്. ആട്ടം ധാരാളം ഞാൻ പറയാൻ പോകരുത്. നാലമ്പ് കൊടുക്കുക എന്ന് പറഞ്ഞതാണ് ഈ കാമദേവൻ്റെ 5 അമ്പ്. അപ്പോൾ നമ്മൾ 5 അമ്പ് ഇങ്ങനെ കൊട്ടിയിട്ട് ഇങ്ങനെ 5 അമ്പലേക്ക് ഇങ്ങനെ നിൽക്കുകയാണ്. അതേപോലെ ഇങ്ങനെ പറഞ്ഞിട്ട് പഞ്ചപാണ്ഡവന്മാർ എന്ന് പറഞ്ഞിട്ട് കണക്ക് ഉരുടെ എന്ന് പറഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് ഒരു 4 അമ്പ് ഉണ്ട്. ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ പിന്നെ ആശാന് മനസ്സിലാവില്ല അത് അതിൻ്റെ ബുദ്ധിമുട്ട് എത്രയാണെന്നുള്ളത്. ഈ 5 അമ്പ് ഇത് കൊള്ളും ഇത് ഇതിൻ്റെ ഇരട്ടി കാലത്തിലാണ് ചെയ്യുക. ഇത് കൊള്ളുന്നത് പോട്ടെ, ഇവിടെ ഒന്നും മനസ്സിലാക്കാതെ കഴിക്കുക. പിന്നെ അത് കഴിഞ്ഞ് 4 ഭാഗത്തേക്കും പൊട്ടിക്കുകയും ചെയ്യും. എത്ര ആശാൻ ഇത് ചെയ്താലും അതിൻ്റെ ബുദ്ധിമുട്ട് ആശാൻ ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇപ്പോഴും അങ്ങനെ തന്നെ ചെയ്യുള്ളൂ. അല്ല ഉണ്ണീഷ, ഒന്നുകൂടി പറയണമെന്ന് തോന്നുന്നു. ആദ്യം വില്ല് തൊടുത്ത് എയ്യിൽ 4, പിന്നെ അതിൻ്റെ കാലം തള്ളിയിട്ട് കൊള്ളൽ 4, പിന്നെ മുറിയൽ അതിനേക്കാൾ കാലം തള്ളിയിട്ട് മുറിയൽ 4. അങ്ങനെ ഒരു ക്രമമായ ഒരു കാലം കൂർപ്പിക്കലും 3, 4ൻ്റെ പെരുക്കവും. അല്ല അതൊന്നും അങ്ങനെ പറയൂ. ആദ്യം അമ്പയിൽ 4, കൊള്ളൽ 4, മുറിയൽ 4. ഈ 3 തമ്മിൽ കാലപ്രമാണത്തിലും വ്യത്യാസം. കൂർത്ത് കൊണ്ടുവരണം. അതൊന്ന് കാണിച്ച രസമുണ്ടത്. നല്ല സാധനമാണത്. അത് പറഞ്ഞു, അത് മനസ്സിലായി. അത് 3 പ്രാവശ്യം ഉണ്ട് ഈ ആവർത്തനം. ഈ 4ൻ്റെ ബുദ്ധിമുട്ട് ഒരു പ്രാവശ്യം എല്ലാം മേളക്കാരൻ അനുഭവിക്കണേ, 3 പ്രാവശ്യം അനുഭവിക്കണമെന്ന്. ചില സമയത്ത് കണക്ക് ഉരുട്. അപ്പോൾ നമ്മൾ പിന്നെന്താ വിചാരിക്കുക, കണ ഇതിന് പാകത്തിന് നിൽക്കും. അപ്പോൾ കണക്ക് ഉരുട് കണ നേരെ ഇരട്ടി കാലത്തിൽ ഇതാണ് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലായിട്ടില്ല. അത് കാണിക്കണത് കൂട്ടിയേ പറ്റില്ല. അങ്ങനെ ആവുമെങ്കിൽ കാണിക്കാം. വേണ്ടെന്നാ ഞാൻ പറഞ്ഞത്. കാലഹേയത്തിൽ തന്നെ ആ നളചരിതത്തിൻ്റെ ആട്ടങ്ങൾ ഇങ്ങനെ എത്ര ഭംഗിയായിട്ട് നിൽക്കുന്ന സമയത്ത് ഈ കാമദേവൻ്റെ ഇത് ആ വില്ല് അല്ലെങ്കിൽ അമ്പ് വിടുന്നത് കാണിക്കുമ്പോഴുള്ള ആ താളങ്ങളുടെ ആശാൻ്റെ ആ കളി ഉണ്ടല്ലോ, അത് സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല. അത് അതിൻ്റെ കൂട്ടത്തിൽ ഞാനൊന്ന് പറയട്ടെ. ഇപ്പോൾ പദത്തിനിടയിൽ തന്നെ നടഭേദം വരുത്തുന്ന ചില തന്ത്രങ്ങൾ ഗോപിയാശാൻ്റെ ചൊല്ലിയാട്ടക്രമത്തിനകത്തുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എന്ന് പറഞ്ഞു മറഞ്ഞു സഖ എന്ന് അഭിനയിക്കുന്നതിനിടയിൽ ആ മറയിൽ അവിടെ പദം നിൽക്കുന്ന ചെമ്പടയിലാണ്. എന്നു പറഞ്ഞു ഇങ്ങനെ 16 മാത്രമേ ചെമ്പടകൾ നിൽക്കുന്നു. ആ മറയുള്ള സമയത്ത് കാഴ്ചപ്പാടുകൾ തിശ്രപ്പെടുത്തിയിട്ടുണ്ടാവും. അങ്ങനെയല്ലേ പറയണ്ടേ?
വേണമെങ്കിൽ ഒന്ന് കാണിക്കാതെ. എന്ന് പറഞ്ഞു മറഞ്ഞു സഖ എന്നുള്ള ഹംസത്തിൻ്റെ ചലനം അവിടെ തിശ്രത്തിലാണ്. മൂന്നിൻ്റെ പെരുക്കങ്ങളായിട്ടാണ് ഹംസം ചലിക്കുന്നത്. പദം 8ൻ്റെ പെരുക്കമായി നിൽക്കുന്ന ചെമ്പടതാളത്തിലായിരിക്കെ തന്നെ നടഭേദം വരുത്തി ഒരു പ്രയോഗം. ഹൈദരാലിയേട്ടൻ അതിനനുസരിച്ച് താളം പിടിക്കുകയും ചെയ്യും കേട്ടോ. ശരിക്കും അങ്ങനെ തന്നെ താളം പിടിച്ചിട്ട് പാടുകയും ചെയ്യും അവർ. ഞാൻ അത് നമുക്ക് നോക്കാതെ അത് കാണല്ലേ. എന്ന് പറഞ്ഞു മറഞ്ഞു സഖാന്ന് ഗോപേശൻ ചെയ്യുന്ന കാണിക്കണ്ടെന്ന് എനിക്ക് തോന്നുന്നു. താളം പിടിച്ച് പാടിയാൽ തന്നെ ധാരാളം, കാണിച്ചിട്ട് അബദ്ധമാകണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്നു പറഞ്ഞു മറഞ്ഞു സഖ എന്നു പറഞ്ഞു മറഞ്ഞു സഖ എന്നു പറഞ്ഞു സഖ എന്നു പറഞ്ഞു മറഞ്ഞു സഖ എന്നു പറഞ്ഞു മറഞ്ഞു സഖ. കാണിക്കില്ല. ഇനി വേറൊരു കുസൃതി ഉള്ളത്, അത് കുസൃതിയായിട്ടാണ് നമുക്കൊക്കെ തോന്നിയിട്ടുള്ളത്. ദൈതയുടെ ഇരട്ടി. അതിലെ ദഹിതേന്ന് ഞാൻ പിടിക്കുന്ന സ്ഥാനം കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, പറഞ്ഞു തരാണ്. ആ ദൈതയെ കലാശ ഇരട്ടി, അല്ല അതല്ല, ദൈതയിൽ നിന്നുള്ള ഇരട്ടി പിടിക്കലല്ലേ ഇരട്ടി തുടങ്ങണത്. പിടിക്കലും അവിടെ മുദ്രയും പിടിക്കാറുണ്ട്. അതെ, അത് കാണിക്കാൻ ധൈര്യമില്ലാത്തതുകൊണ്ട് അതുകൊണ്ടാണ്. അത് പാട്ട് കൊട്ടുമണി നേരെയാക്കാൻ പറ്റും. ഉണ്ണീഷിന് കൊട്ടിയും മരിച്ചിട്ടുണ്ട്, രാമൻ അത് പാടാൻ വയ്ക്കും. ദൈത എന്നുള്ളതിൻ്റെ ഇരട്ടിയിൽ ആ ഇടയ്ക്ക് പഴുതിൽ വെച്ചിട്ട് ആ മുദ്ര വിടാറുണ്ട്. അങ്ങനെ പാടാൻ പറ്റില്ലേ രാമൻ? അങ്ങനെ പാടാൻ പറ്റില്ല. ആ ഇതൊന്ന് എടുത്തു നോക്കൂ. ഞാനായി ഒട്ടും ശരിയാവില്ല. അതാ പ്ലീസ് ചെല്ലു ചെല്ലു. തെറ്റിയ കുഴപ്പമൊന്നും ആശാനില്ല അവിടെ. അകിതേ വിവാഹത്തിനു മനുകമ്പനീയം വൃത്തം താളം കൊണ്ട് ഇതുപോലെ വൈത്തിരിയുള്ള വേറൊരു സന്ദർഭം, പടുതമൻ മദനൻ്റെ പടവീടിത എന്നുള്ളടുത്ത വീട് അവിടെ തിശ്രപ്പെടുത്തുന്നത് കാണാം ഇല്ലേ? ആ പടുതമൻ മദനൻ്റെ പടവീട് എന്ന് അഭിനയിക്കുന്നിടത്തും ഇതേപോലെ ആ നടഭേദം കൊണ്ടൊരു സർക്കസ് രംഗത്ത് കാണിക്കാറുണ്ട്. അത് കാണിക്കാൻ പറ്റുന്നുണ്ടോ? പറഞ്ഞാൽ മതി. എന്നാ ഉണ്ണീഷിനൊന്ന് വിശദീകരിച്ച് പറയൂ. അത് അവിടെയും ഒരു എനിക്ക് തോന്നാറുള്ളതുണ്ട്. ആ മാളിക കാണുന്നതും അപ്പോൾ ചതുരശ്രത്തിലാണ്. അതൊന്ന് കാണിക്കൂ, 4 മാളിക കാണിക്കും.
ഇതിനേക്കാൾ കാലം തള്ളിയിട്ടാണ് പലപ്പോഴും പതിവ്. ഇങ്ങനെ കൈ എങ്ങനെ നീങ്ങണമെന്ന് മനസ്സിലാവും കൂടി ഇല്ല, അത്ര സ്പീഡിലാണ് പോകുന്നത്. അങ്ങനെ സന്താനഗോപാലത്തിൽ ഈ പിന്നെ എന്താ കണ്ണുകൊണ്ട് അസ്ത്രം ചെയ്തിട്ടേ കുണ്ടുണ്ടാക്കുന്നതുണ്ട്. ഈ കുണ്ടുണ്ടാക്കുന്നതിൽ ചാടാൻ പുറപ്പെട്ടിട്ട് ഒറ്റം അമ്പയേ ഉള്ളൂ, പക്ഷെ ബാക്കി കണ്ണുകൊണ്ടാണ് എല്ലായിടത്തേക്കും അഗ്നി പറക്കണം, കുഴി ഉണ്ടാക്കുന്നത്. അത് കറക്റ്റ്. ഞാൻ വേറൊന്നുകൂടി പറയട്ടെ. അലംഭാവം മനസ്സിൽ നീ വഹിച്ചാലും എന്ന് അഭിനയിക്കുന്ന അതേ ഘടകത്തെ പരിദേവിതം മതി എന്നുള്ളിടത്ത് ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ വൈപുല്യങ്ങൾ കുറയ്ക്കുകയും എന്നാൽ അനുഭവത്തെ കൃത്യമായി കാലകേത അർജുനെ പകർത്തിക്കൊണ്ട് പരിദേവിതം മതി എന്ന് കാണിക്കുന്നു. അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് രാജീവൊന്ന് വിശദീകരിക്കൂ. മയക്കോണം. സലജോഹത്തിൽ 56 മാത്രയിൽ അലംഭാവം എന്ന് കാണിക്കുന്നത് പിന്നാക്കം മാറി വെച്ച് ചവിട്ടി ചുഴിച്ച് ചാടി ഒന്ന് ആ കാണിക്കുന്നതിൻ്റെ ഒരു മിനിയേച്ചർ ചെറിയ രൂപമായിട്ട് പരിദേവിതം മതി മതി എന്ന് ആശാൻ കാണിച്ചിരുന്നു. ഒന്ന് പാടിക്കൊടുക്കുക. അല്ല, അതിൽ ഇടയ്ക്കൊരു കാര്യം കൂടി പറയട്ടെ. അലംഭാവത്തിൽ തന്നെ മറ്റു പലരും ഈ വിരൽ ഇളകാറുണ്ട്. ഗോപേശൻ അവിടെ അത് ഇളക്കാറില്ല, കൈ ഇങ്ങനെ മാത്രം നിൽക്കും. പക്ഷെ ഇതിനേക്കാൾ പ്രാധാന്യം അത് കഴിഞ്ഞൊരു നിവരലാണ്. ആ നിവരലിന് പ്രാധാന്യം കൊടുക്കുകയും ഇവിടെ വിരൽ അനക്കാതിരിക്കുകയും ചെയ്യുന്ന രീതിയിലാണ് അലംഭാവം ഗോപിയാശാൻ രംഗത്ത് ചെയ്യാറ്. അത് കളരി ഭാഷയല്ല, അത് കലാമണ്ഡലം ഗോപി ഭാഷയാണ് എന്നാണ് എൻ്റെ. അതിന് മനോഹാരിതയും കൂടുതലുണ്ട്. അദ്ദേഹമായിട്ട് നിർമ്മിച്ചെടുത്തതാണത്, അല്ലാന്ന് ആശാൻ പറയില്ല എന്നാണ് എൻ്റെ ബോധ്യം. അലംഭാവം അതിനലം അലംഭാവം മനസി നീ അലംഭാവം മനസി നീ അലംഭാവം മനസ് നീ
ഇതേ സംഗതി അതിൻ്റെ ഒരു മിനിയേച്ചറായിട്ട് സന്താനോപാലം എന്നുള്ള കഥയിൽ അർജുനൻ്റെ ബ്രാഹ്മണനോടുള്ള പദത്തിൽ പരിദേവിതം മതി മതി എന്നുള്ളത് ഇതേ തന്ത്രം തന്നെ അതിൻ്റെ മറ്റത് അടന്ത 56-ലാണെങ്കിൽ ഇത് ചെമ്പടയിൽ 16-ൽ മാറ്റുന്ന രീതി. പരിദേവിതം മതി മതി തവ പരിദേവിതം മതി മതി തവ പരിദേവിതം മതി മതി തവ പരിദേവിതം മതി 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 തവ പരിദേവിതം മതി മതി തവ. രാവിലത്തെ സെഷനിൽ KC നാരായണേട്ടൻ പറഞ്ഞു നർത്തകൻ എന്നുള്ള നിലയ്ക്ക് ഗോപിയാശാൻ എന്ന നർത്തകൻ എന്ന് സോണാൽ മാൻസിംഗോ ആരെ വിശേഷിപ്പിച്ചു എന്ന് പറഞ്ഞു. അത് നമുക്ക് പലപ്പോഴും അനുഭവവേദ്യമായിട്ടുള്ളതാണ്. ഇപ്പോൾ പാഞ്ചാല രാജതനയുടെ ഇരട്ടി ഗോപിയാശാൻ എടുക്കുന്നതിൻ്റെ ഭംഗിയെക്കുറിച്ച് നമുക്കൊക്കെ അതെ എത്രയോ പൊതുവളാശാൻ അതെ പൊതുവളാശാൻ പറഞ്ഞതിനപ്പുറം നമ്മളൊക്കെ കണ്ടിട്ടുള്ളതാണ് ആ ചലനത്തിൻ്റെ സൗന്ദര്യം. അപ്പോൾ ഗോപിയാശാൻ എന്ന നർത്തകനെ നമ്മൾ കാണുന്നത് അങ്ങനെ ചില വെറുതെ ഈ നൃത്തഹസ്തം മറിക്കുന്നത്, കൈ മറിക്കുക, ധിത്തത്തത്ത കലാശത്തിന് കൈ മറിക്കുന്നതിൽ ഗോപിയാശാൻ ചെയ്യുന്നതിൻ്റെ പ്രത്യേകത. ഈ വട്ടം വെച്ച കലാശത്തിന് മുൻപാക്കം ചവിട്ടിക്കയറി വന്നിട്ട് കൈ വിട്ട് തിരിയുന്നത്, ആ തിരിയുന്നതിൽ ഗോപിയാശാൻ ഇങ്ങനെ ആകാശത്തിൽ ഇങ്ങനെ ഒരു വലിയൊരു വൃത്തം ഉണ്ടാക്കിയിട്ടാണ് വച്ചിരുത്തുക. അത് നമുക്കിനി പുനരാവിഷ്കരിക്കാൻ നമ്മുടെ ശരീരം കൊണ്ടോ നമ്മുടെ ബുദ്ധി കൊണ്ടോ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളതൊക്കെ അനുഭവിച്ച് കഴിഞ്ഞ ആശാൻ നിർമ്മിച്ച അതിമനോഹര ചിത്രങ്ങളിൽ ചിലത് മാത്രമാണത്. അപ്പോൾ പാഞ്ചാല രാജധാനിയുടെ ഇരട്ടി ഇപ്പോൾ ഞങ്ങൾ കാണിച്ചാൽ അത് പ്രേക്ഷകർക്ക് ഗോപിയാശാൻ കാണിച്ച സൗന്ദര്യത്തിൻ്റെ അടുത്തൊന്നും എത്തിക്കാൻ സാധിക്കും നമുക്ക് ബോധ്യമില്ല. അതുകൊണ്ട് അതിന് മെനക്കെടുന്നില്ല. ഇങ്ങനെ ചില നൃത്തത്തിൽ ഗോപിയാശാൻ്റെ ശരീരഘടനയ്ക്കും ആശാൻ്റെ സിദ്ധിക്കും വഴങ്ങുന്ന രീതിയിൽ കുറേ പുതിയ പ്രയോഗങ്ങളെ അതിമനോഹരമായി അരങ്ങിൽ ആവിഷ്കരിക്കുകയും അത് വിജയിക്കുകയും ചെയ്തു. അല്ല വട്ടം വെച്ച് കലാശം മാത്രം ഒന്നും കൂടി വ്യക്തമാക്കുകയും ഒന്ന് കാണിക്കുകയും ചെയ്യാം. ഞങ്ങൾ അതിൻ്റെ ബോണസ് തരാം. അതായത് ഗോപിയാശാൻ ചെയ്യണ പോലെയല്ല എന്ന് ബോധ്യപ്പെട്ടും കൊണ്ട് തന്നെ കാണാം. എന്നാലും അത് ആ വർത്തുളാകൃതി രൂപപ്പെടുത്തി എടുക്കുന്നത് എങ്ങനെ ഗോപിയാശാൻ എന്നുള്ളത് ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്താലേ വ്യക്തത വരുള്ളൂ. വേറൊരു കാര്യമുണ്ട്. രണ്ട് പ്രധാന ശാഠ്യങ്ങളുണ്ട്. ഒന്ന്, ഗായകൻ വാക്കുച്ചരിക്കുന്ന മാത്രയിലെ മുദ്ര വിടൂ എന്ന ശാഠ്യം.
പലപ്പോഴും പല മുദ്രകളുടെയും ദൈർഘ്യത്തെ നിർണ്ണയിക്കുന്നത് ഈ ഗായകൻ ആ വാക്കുച്ചരിക്കുന്ന ആ മാത്രയുടെ ദൈർഘ്യത്തിന് മാനദണ്ഡമാക്കിക്കൊണ്ടാണ്. ഏത് വാക്ക് വിസ്തരിക്കുന്നു എന്നതുപോലും ആ വാക്കിൻ്റെ മുകളിൽ മുദ്ര വരാൻ വേണ്ടി ആണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും. രണ്ടാമത്തെ ചാട്യം ഇളകിയാട്ടങ്ങൾ എന്ന രീതിയിൽ ചുഴിച്ചു ചാടിയും കെട്ടിച്ചാടിയും വെച്ച് ചവിട്ടിയും വട്ടം വെച്ചും ഒക്കെ കാണിച്ച് പരിചയിച്ച ആ കളരി ശിക്ഷണത്തിൻ്റെ ബലം ചുഴിക്കലും ചാടലും കെട്ടിച്ചാടലും ഒക്കെ ഒഴിവാക്കിയാൽ പോലും നിലകൾ കൊണ്ട് അതിൻ്റെ ഒരു നില സൂക്ഷിച്ചുകൊണ്ടേ മുദ്ര വരും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എങ്ങനെ ഇപ്പോൾ പറയുക, കെട്ടിച്ചാടി കാണിക്കേണ്ട ബന്ധിക്കുക എന്ന മുദ്ര മുമ്പിൽ വരില്ല. രാജാവ് എന്ന മുദ്ര കൈയിട്ട് ഉമ്പാക്കം കാല് വെച്ച് പരതി ചവിട്ടി നിന്ന് രാജാവ് എന്ന മുദ്ര വരില്ല. ഞാൻ പറഞ്ഞ ആശയം വ്യക്തതായിട്ടുണ്ടാവും വിചാരിക്കണം. കൈയിട്ട് ഒരു കാല് വെച്ച് പരത്തി ചവിട്ടി താണു നിന്ന് രാജാവ് എന്ന മുദ്ര പുതിയ കാല നടന്മാരുടെ കൈകളിൽ വരും. ഇത് കലാമണ്ഡലം ഗോപിയാശാൻ്റെ കയ്യിൽ വരില്ല. ശരീരം പിന്നിലേക്ക് മാറിയിട്ടുണ്ടാവും. ബന്ധിക്കുക എന്ന മുദ്രയാണെങ്കിൽ ശരീരം ആ വശത്തേക്ക് ഒതുങ്ങിയിട്ടുണ്ടാവും. ആശയം വ്യക്തതയിൽ എങ്ങനെ ഇപ്പം കൈ ഇപ്പോൾ ഒരു പദം തുടങ്ങുകയാണ് രാജാവ് എന്ന് വരികയാണെന്ന് വെച്ചാൽ ചുഴിച്ച് ചാടി പിന്നാക്കം ചാടാതെ കണ്ട് കാണിക്കാനാവില്ല. ഈ ചുഴിക്കലും ചാടലും ഒഴിവാക്കാം. അപ്പോൾ ആദ്യാവസാന വേഷമാണെങ്കിൽ ചുഴിക്കാനും ചാടാനും നേരം ഉണ്ടാവില്ല, അതിൻ്റെ പ്രാധാന്യമില്ല. ഇപ്പോൾ ശൃംഗാരമൊക്കെ സ്ഥായിയായി നിൽക്കുന്ന സമയത്ത് ഈ ചുഴിക്കൽ വയ്യ. അപ്പോഴും ആ പിന്നാക്കൊന്ന് മാറിയിട്ടേ ആ മുദ്ര വരുള്ളൂ എന്ന ശാഠ്യം, ഇത് അടിമുടി സൂക്ഷിക്കാനാവുന്നു എന്നത് അദ്ദേഹത്തിൻ്റെ രംഗഭാഷയുടെ മറ്റൊരു സവിശേഷതയായി എനിക്ക് തോന്നുന്നു. ഇരുന്ന് അഭിനയിക്കുന്ന പദങ്ങളുടെ അവതരണത്തിലും ആശാൻ ഈ കാര്യം കൃത്യമായി പാലിക്കുന്നത് നമുക്ക് അനുഭവിക്കാം. ഇപ്പോൾ മഹതി അല്ലെങ്കിൽ ഈ മുദ്ര കാണിക്കുമ്പോൾ അത് നേരെ അല്ല, ഇത് വെച്ച് ചവിട്ടി അല്ലെങ്കിൽ ചവിട്ടി കാണിക്കേണ്ടതാണ് എന്നുള്ള ആ ശരീരത്തിൻ്റെ ചലനത്തെ അവിടെ എവിടെ കൊണ്ടോ ചെയ്തിട്ടാണ്. അപ്പോൾ ആ മുദ്രയ്ക്ക് ആ ശക്തി നമുക്ക് അനുഭവിക്കാം, ആ മുദ്രയിൽ ആ ശക്തി നമുക്ക് ആവാഹിച്ച് കാണാൻ പറ്റും. അങ്ങനെ കുറേ സവിശേഷതകൾ ആശാൻ. ഞാൻ ആശാൻ്റെ ചിത്രകാരനെ പറയട്ടെ. പറയൂ. ഇപ്പോൾ പിന്നെ ഒരു സൗന്ദര്യവർണ്ണനയാണ്. അപ്പോൾ സൗന്ദര്യം ഉണ്ടാക്കാനുള്ള വസ്തുക്കളൊക്കെ ശേഖരിച്ചു. അവിടുന്ന് എടുത്തു, ഇവിടുന്ന് എടുത്തു, അതെടുത്തു. സൗരഭ്യം, സുഗന്ധം, വർണ്ണം എന്നൊക്കെ പറഞ്ഞിട്ട് അതെടുത്തു. ഇങ്ങനെ പിഴിഞ്ഞു. ഞാൻ പിഴിയണ പോലെയല്ല, അതിങ്ങനെ പിഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ആ കട്ടിയുള്ള ചാറുണ്ടല്ലോ, അതിങ്ങനെ വീണു. എന്നിട്ട് അതിങ്ങനെ ഇങ്ങനെ ആക്കലുണ്ട്. ഇങ്ങനെ ആക്കുമ്പോൾ നമുക്കത് ഇങ്ങനെ കയ്യിലുണ്ടോയെന്ന് തോന്നും ഒരു വഴുപ്പ്. എന്നിട്ട് ഇതെടുത്തിട്ട് നെറ്റി അതിങ്ങനെ കവിളോ എന്തൊക്കെയാണ് ആശാൻ്റെ സങ്കല്പത്തിലെന്ന് അറിയില്ല, അത് ഇങ്ങനെ പുരിയാക്കി മൂക്കാക്കി കണ്ണിൻ്റെ താഴെയാക്കി ചുണ്ടാക്കി ഒന്നും കൂടി അതിനെ ഭംഗിയാക്കി. ഇതൊക്കെ ഇത് കഴിഞ്ഞ് തോള്, അര, അത് ഇങ്ങനെ ഇങ്ങോട്ട് കൈകൊണ്ട് കാണിക്കുന്ന ഈ സാധനം എടുത്തിട്ട് കൈ കൊണ്ട് കാണിക്കുമ്പോഴേക്കും നമുക്ക് തോന്നും അതിന് മുമ്പിലൊരു ഒരു പ്രതിമ അല്ലെങ്കിൽ അങ്ങനെ ഒരു രൂപം ഉണ്ട് എന്നത്. എന്ന പോലെ ഈ പിന്നെ തേൻ ഇങ്ങനെ ഒഴിക്കലുണ്ട്. ആ ഒഴിക്കൽ നമുക്കിങ്ങനെ കാണിച്ചാലുണ്ടോ, പക്ഷെ അത് നിറയലുണ്ടല്ലോ, അത് മതി എന്ന് പറഞ്ഞിട്ടുള്ള നിറയൽ അത് പിന്നെ അങ്ങനെ പെട്ടെന്ന് കാണിക്കാൻ പറ്റുന്നതല്ല എന്ന് എനിക്ക് തോന്നുന്നത്. അതുപോലെ രണ്ട് വശത്തും ഈ നിറഞ്ഞ് ഇപ്പോൾ ഒഴുകും തോന്നും ആ ചെവി കൂടെ. ഹംസം അത് ദമയന്തി എന്ന് പറഞ്ഞിട്ട് കേൾക്കാം. ഒന്നും കൂടി പറയട്ടെ. ഇപ്പോൾ രുക്മാംഗതൻ ആട്ടം കഴിഞ്ഞ് ധർമാംഗതനെ വെട്ടാൻ ഒരുങ്ങുന്ന സന്ദർഭം, ആട്ടം കഴിഞ്ഞു, ഇനിയിപ്പോൾ ഒരു നാലാമിരട്ടി എടുക്കുക വെട്ടുക എന്ന് വിചാരിക്കും.
ആ പറയൂ, ഉണ്ണീഷിന് ആശയം മനസ്സിലായി. അവിടെ ഒരു പാങ്ങതൻ ഗോപിയാശാൻ ചെയ്യുന്ന അല്ല, അപ്പോൾ രാജേന്ദ്രൻ ഉദ്ദേശിച്ചത് നമ്മൾ ആട്ടത്തിൻ്റെ മാക്സിമത്തിലെത്തിയാൽ പിന്നെ അവിടെ അതാണ് കഴിയുക. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് അല്ല, ഇത് തന്നെ മതി. ഞാൻ മോഹിനിയോട് ഞാൻ എൻ്റെ ആഗ്രഹം സാധിപ്പാൻ ഞാൻ മകളെ കൊല്ലാം. മറ്റൊരു മകനോട് പറഞ്ഞു ഇനി കരയരുത്, അമ്മോട് പറഞ്ഞു കരയരുത്. അത് കഴിഞ്ഞ് ഇയാൾ സ്വയം തയ്യാറായിട്ട് എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സാധാരണഗതിയിൽ വേഗം അവിടെ കൊട്ടുക, അല്ലെങ്കിൽ ഇടുകിടുകിട് കൊട്ടിയിട്ട് കാലം മുറുകിയിട്ട് ഇനി വെട്ടുക, അതാ വിചാരിക്കാം. പക്ഷെ അവിടെയല്ല, അതാ ആ കുനിയുമ്പോഴാണ് ആ നാമപുത്രനിലേക്ക് അതിൻ്റെ അവസാനത്തെ ചിന്തയിലേക്ക് ഇങ്ങോട്ട് എത്തുന്നത്. ഇനി പിന്നെ ഈ ലോകത്തിലുള്ള എല്ലാം നശിക്കും, പിന്നെ ജീവജാലങ്ങളൊക്കെ നശിക്കും, പക്ഷേ ഒന്ന് നശിക്കാത്തത് ഒന്ന് മാത്രമേ ഉള്ളൂ, സത്യം. അതുകൊണ്ട് ഇനി ഈ ഇവൻ്റെ തല വെട്ടുക തന്നെ. ഇത് കാണിക്കുമ്പോഴാണ് അതിൻ്റെ ആ അവസാനത്തെ തീരുമാനത്തിലേക്ക് എത്തുന്നത്. ആ അവസാനത്തെ തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ നമുക്കും തോന്നും ഇനി മറ്റൊന്നുമില്ല, ഇനി 4 ഇരട്ടി കൊട്ടിയാൽ മതി എന്നുള്ളത്. ഇനി ആട്ടത്തിൻ്റെ ഉദ്ദേശിച്ച രാജാനന്ദ രീതിയിൽ ആട്ടങ്ങളുടെ ഓരോ ആട്ടങ്ങളുടെയും അവസാനിക്കുന്ന ഘട്ടത്തിലുള്ള സൂചനകൾ, അല്ലെങ്കിൽ ഓരോ പാരഗ്രാഫ് കഴിയുമ്പോഴും അതിൻ്റെ അവസാനത്തെ വാചകങ്ങൾ, അതിനൊരു കൃത്യത ഉണ്ടാവും, അല്ലെങ്കിൽ അത് അടുത്തതിലുള്ള സൂചനയായിരിക്കാം എന്ന് നമുക്ക് ഉറപ്പിക്കാം. ഇതിൽ തന്നെ ഒന്നും കൂടി ഉദാഹരിക്കാവുന്നത്, ഇപ്പോൾ മോഹിച്ച് ഉർവ്യാം പതിച്ച രുക്മാംഗതൻ നാഥാജനാർദ്ദന എന്ന് പാട്ട് തുടങ്ങിയതിന് ശേഷം ആ ഉണർന്ന് അതിലേക്ക് പതുക്കെ 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 ആ രൂപാന്തരപ്പെടുന്ന രീതിയിൽ അതിൻ്റെ ആട്ടക്രമത്തെ നിർണ്ണയിച്ച രീതി, അത് വേണമെങ്കിൽ പീശപ്പള്ളി അഭിനയിച്ച് കാണിക്കും. അത് ചെയ്തു നോക്കുന്നേ. ആ രുക്മാംഗതൻ നാഥാജനാർദ്ദന എന്ന് കേട്ട ഉടനെ തന്നെ നാഥാന്ന് മുദ്ര പിടിച്ച് തുടങ്ങുന്നില്ല. അവിടെ ആ പൊന്നാനി പാടി പതുക്കെ പതുക്കെ ഉറുയാൻ പതിച്ചു എന്ന് പറയുമ്പോൾ നിലത്ത് വീഴലും, പിന്നെ അടുത്ത പിന്നെ വരിയുണ്ട് ചൊല്ലാൻ. ആ വരി ചൊല്ലി കഴിയുന്നത് നാഥാ എന്ന് ചൊല്ലുമ്പോഴേ അനങ്ങുന്നുള്ളൂ. നാഥാന്ന് ചൊല്ലുമ്പോൾ ആദ്യം ചൊല്ലുമ്പോൾ അനിയിക്കുന്നില്ല, രണ്ടാമത് ചൊല്ലുമ്പോഴൊക്കെ പതുക്കെ ഒരു ഉണർവിൽ ആ മുദ്രയിലേക്ക് ഇങ്ങനെ പതുക്കെ പതുക്കെ എത്തുന്നുള്ളൂ എന്നുള്ളതാണ് അതിലൊരു വിശദീകരിക്കാവുന്ന. ഒന്ന് പറയട്ടെ, ആ ധീമതാം വര കടിച്ചു ദേഹം മറച്ചു. ആ കടിച്ചു എന്നതിൻ്റെ സ്ഥാനത്തിൻ്റെ വ്യത്യാസം, കടിച്ചു എന്ന വാക്കുച്ചരിക്കലും കടിക്കുക എന്ന മുദ്ര പിടിക്കലും തമ്മിലുള്ള ആ ഒരു ബന്ധം. അതിൽ രാമന് സഹായിക്കാൻ പറ്റുന്നു. ശരിക്കും ധീമതാം വര കടിച്ചു എന്നുള്ളത് സാധാരണ പാടുകയാണെങ്കിൽ, അതെ, ആ കടിച്ചു എന്നുള്ള അക്ഷരം വയ്ക്കലേ ഗോപിയാശാന് ചെയ്യുമ്പോൾ നമ്മൾ അല്ല, ആശാൻ്റെ ശൈലിയിൽ വ്യത്യസ്തമായിട്ടല്ലേ പാടുന്നത്, അല്ലേ? അങ്ങനെയല്ലേ? അപ്പം മറ്റൊന്നും പാടി എന്ന് തന്നെ ആവർത്തിക്കും. കടിച്ചു എന്ന് പറഞ്ഞത് ഞാനായ ശരിയാവില്ല, ഒന്ന് പാടും. ആ ധീമത വര ധീമത വര കട്ടിച്ചു ദേഹം. ഇത് 2 ആവർത്തിച്ച് പാടിയിട്ട് ആശയം വ്യക്തമായില്ലേ? സദാ ധീമതാം വര കടിച്ചു ദേഹം എന്ന് ഒരുമിച്ച് പാടുകയല്ലേ വേണ്ടേ? അത് ശങ്കടി പാടുകയല്ലേ വേണ്ടേ? സാധാരണ ധീമതാം വര കടിച്ചു ദേഹം, ധീമതാം വര കടിച്ചു ദേഹം അതാണ് പാടേണ്ടത്. അതിന് പകരം ധീമതാം വര എന്ന് മുറിക്കുന്നു, കടിച്ചു എന്ന് ഒറ്റയ്ക്ക് കിട്ടാൻ വേണ്ടി. ഇപ്പം നേരത്തെ കർണശപത്തിൽ വരി ഇതേപോലെ രാജീവ് ഉദാഹരിച്ചു. അത് ഗോപേശം വരുത്തിയ മാറ്റമാണ്. അതിൻ്റെ ആ പാട്ട് രചനയെ, പാട്ട് രീതിയെ ധീമതാം വര എന്ന് മുറിച്ച് ആവർത്തിപ്പിച്ച് കടിച്ചു എന്ന വാക്കിനെ മാത്രം മാറ്റി നിർത്തി മുദ്ര കാണിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി. അത് പറയുമ്പോൾ പിന്നെ രുക്മാംഗീരത്തിൽ മോഹിനിയുടെ പദം പറയണം. ചെമ്മയെ വാളാൽ വെട്ടാമെങ്കിൽ, ആ ചെമ്മയെ വാളാൽ വെട്ടാമെങ്കിൽ എന്ന് കാണിക്കുന്നതോട് കൂടിയിട്ട് തന്നെ ഇവർ
വേഗം മുദ്ര കാണിച്ചിരിക്കണം. ചെമ്മേ വാളാൽ വെട്ടാമെങ്കിൽ ആദ്യത്തെ വരിക്ക് തന്നെ ഞെട്ടണം. വെട്ടണം. അല്ല, ഞെട്ടും വേണം. വെട്ടിയാലേ ഞെട്ടാൻ പറ്റുള്ളൂ. വെട്ടണം എന്ന് കാണിച്ചാലേ. ആവട്ടെ, ഇതിപ്പോൾ സത്യത്തിൽ ഗോപിയാശാൻ്റെ രംഗഭാഷയെ ഇങ്ങനെ സന്ദർഭങ്ങളിലൂടെ വിശദീകരിക്കാനൊരു ശ്രമം നടത്തിയതാണ്. ഇങ്ങനെ ആലോചിച്ചാൽ ധാരാളം ഉദാഹരണങ്ങൾ ഇനിയും ഉണ്ടാക്കാനായേക്കും. പക്ഷെ അത് രാജീവൻ പറഞ്ഞ പോലെ അത് കലാമണ്ഡലം ഗോപിയാശാനെ രംഗത്ത് പകർത്തുക എന്നത് നടന് ദുഷ്കരമായ കാര്യമായതുകൊണ്ട് തന്നെ ചെയ്യാൻ നല്ല മടി സഹജമായി അവർ കാണിക്കുന്നുമുണ്ട്. തവ എന്ന കൃമിരോഗത്തിലെ ആ അഭിനയം പൊന്നാനി ശങ്കടിക്ക് മുദ്ര തീരേണ്ട ആ സന്ദർഭത്തെ നാണമില്ലയോ എന്നത് വ്യാഖ്യാനിച്ച് അഭിനയിക്കുന്ന രീതി അത് ഗോപിയാശാനായിട്ട് കൊണ്ടുവന്നതാണ്. അതിനൊരു പുതിയ കഥകളുടെ അവതരണ രീതിയുമായി ആയിരിക്കും ഒരു പക്ഷെ ആധമന്യം ഉണ്ടാവുക എന്ന് നിരീക്ഷിക്കാവുന്നതാണ്. ഏതെങ്കിലും തരത്തിൽ കലാമണ്ഡലം ഗോപിയാശാൻ്റെ രംഗഭാഷയുടെ അകത്തേക്ക് നമ്മളെ ഒരു ഓർമ്മിപ്പിക്കൽ പോലെ ഒരു ജാലകം തുറക്കാൻ ഈ പ്രവർത്തനത്തിനായെങ്കിൽ ഞങ്ങളുടെ ചാരിതാർത്ഥ്യവും സന്തോഷവും അറിയിച്ചുകൊണ്ട് ശ്രദ്ധാപൂർവം കണ്ട മുഴുവൻ പേരോടും നിറഞ്ഞ മനസ്സോടെ കൃതജ്ഞത അറിയിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.